മനുഷ്യ, നീ കോഫി എടുത്തു വെച്ചിരിക്കുന്നു. അമ്മ, എനിക്ക് കോഫി. നീ എന്താ ഈ നേരത്ത്? ഞാൻ കോളേജിലേക്ക്. എന്റെ കർത്താവേ, അപ്പൊ ഇന്ന് മഴ ഉറപ്പാ. അമ്മ ഇരുന്ന് കിന്നരിക്കാതെ എനിക്ക് ഫുഡ് എടുക്കാൻ നോക്ക്. ഫുഡ് ആവുന്നേ ഉള്ളൂ. നീ സാധാരണ ഈ നേരത്ത് പോവാറില്ലല്ലോ. ഫുഡ് ആയില്ലേ? അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യും? എന്തായാലും നീ പോകുന്ന സമയമല്ലേ ആയിട്ടുള്ളൂ. നീ കുറച്ചേരം വെയിറ്റ്, അപ്പേക്കും റെഡിയാക്കി കൊണ്ടുതരാം. വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഞാൻ ക്യാൻറ്റീന്ന് കഴിച്ചോളാം. ശരി എന്നാ, ബൈ. ഈ പെങ്കോച്ചിനത് എന്തോ പറ്റിയെന്തോ. ഈ കടുവ ഇത് എവിടെ പോയി കിടക്കുക? ഞാൻ വിചാരിച്ചു എന്നെ കാണാൻ വേണ്ടി നേരത്തെ വരുന്നു. ഇനി ഞാനിങ്ങനെ സ്വപ്നം കണ്ടതാണോ? കനവുകൾ വിടരുമ്പോൾ നീലക്കടലിളകുമ്പോൾ കാനന മുരളികൾ കോമളരാഗം മന്ദം പാടി ആര് നീല. എന്താ ചേട്ടാ നിർത്തി? നല്ല രസമുണ്ടായിരുന്നു. ബാക്കി കൂടി പാട്. ബാക്കി നമുക്ക് പിന്നെ പാടിയ പോരെ? എനിക്ക് പോകേണ്ട അത്യാവശ്യം ഉണ്ട്, അതുകൊണ്ടാ. അങ്ങനെ പറയില്ല ചേട്ടാ, നല്ല രസമുണ്ട്. പ്ലീസ് പ്ലീസ് പാട്. ഇപ്പൊ പോയാൽ നാളെ പാടാനുള്ള അവസരം കിട്ടും. ഇപ്പൊ പോയില്ലെങ്കിൽ എന്റെ ജീവിതം തന്നെ പോകും. ഒന്ന് പോവച്ചേ. അങ്ങേരുടെ ലൈലി പാറ്റക്കടുവ കൃഷ്ണൻ എന്ന വിചാരം. ഈ വഴിയാണല്ലോ വരുന്നുണ്ട്. എങ്ങോട്ട് പോയി? എവിടെ? അതോ അവിടെ. ഓ, എന്നാമോ എന്ത് പറ്റി? മുഖത്ത് കടന്നല് കുത്തിയോ? നല്ല ചൂടായതുകൊണ്ട് ഒരു തണുത്ത സർബത്ത് പറഞ്ഞാലോ? അത് നിന്റെ മറ്റവ കൊടുക്ക്. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്താ കച്ചേരി കഴിഞ്ഞാ? ഞാനല്ലാതെ എന്റെ അമ്മാമ്മയുടെ അടുത്ത് ആര് വരാനാ? കച്ചേരി ഒന്നുമല്ല. ആ കുട്ടികൾ ചോദിച്ചു ഒരു പാട്ട് പാടാവോന്ന്. എനിക്ക് തൊണ്ടയ്ക്ക് ഒരു സുഖം വരികയും ഞാൻ പാവങ്ങള് പാടി കൊടുത്തെന്നല്ലേ ഉള്ളൂ. അയ്യോ, എന്തിനാ പാട്ട് മാത്രാക്കിയേ? ഒരു ഡുയറ്റും കൂടി ചെയ്യാൻ പാടില്ലായിരുന്നോ? ഡ്യൂറ്റ് അടിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ കൊച്ചേ. ഇങ്ങനെ കിടന്ന് മുഖം വീർപ്പിക്കാതെ എന്തെങ്കിലും നല്ല ഉഷാറായിട്ടൊന്ന് പറ. ഞാൻ ക്ലാസ്സിൽ പോവാ. അയ്യോ, അങ്ങനെ പോവല്ലേ. ഈ ക്ലാസ് ഒക്കെ എന്നാ ഉണ്ടായേ? നമുക്ക് കുറച്ചേരം കമ്പനി കടിച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കാലോ. അങ്ങനെ മിണ്ടിയാലല്ലേ അതൊക്കെ വർക്കൗട്ട് ആവുള്ളൂ. ഹലോ മിസ്റ്റർ, എന്ത് വർക്കൗട്ട് ആവുന്ന കാര്യമാണ് പറയുന്നത്? അത് പിന്നെ നമ്മളെപ്പോഴും അടി കൂടിയിട്ടല്ലേ പരിചയമുള്ളൂ. സ്നേഹിച്ച് പരിചയമില്ലല്ലോ. അപ്പൊ ഒന്ന് സ്നേഹിച്ച് നോക്കണ്ടേ? ഓഹോ, എന്നാ മോൻ പോ, സ്നേഹിക്കാൻ വരണ്ട. അവിടെ കുറെ പെണ്ണുങ്ങളുണ്ടായിരുന്നല്ലോ, അവരുടെ അടുത്ത് പോയിരിക്കും. ഓ, അങ്ങനെയാണോ? ഞാൻ പോകട്ടാ. നിങ്ങൾ പോവും, അതെനിക്ക് നന്നായിട്ട് അറിയാം. പറ്റക്കടുവ. പേരൊരു കൃഷ്ണനെന്ന് വെച്ചിട്ട് 16,008 കെട്ടാനാണ് ഭാവങ്കി. കൊന്നുകളയും ഞാൻ. ഇങ്ങനെ ചൂടാവല്ല എന്നെ. ഇങ്ങനെ ചൂടാവുമ്പോ എനിക്ക് എന്തെങ്കിലുമൊക്കെ തോന്നും. പ്ലീസ് മതി. അതെ, ഈ തൊട്ടുപിടിച്ചുള്ള കളിയൊന്നും ഇപ്പൊ വേണ്ട. വേണ്ട, തൊട്ടുപിടിക്കാനുള്ള കളിക്ക് ഞാൻ വരുന്നില്ല. പക്ഷേ നോക്കിയിരിക്കാലോ. കടുവേ, ഇങ്ങനെ നോക്കരുത് കേട്ടോ. അത് ശരി. തൊടാനും പാടില്ല, പിടിക്കാനും പാടില്ല, അടുത്ത് വരാനും പാടില്ല, നോക്കാനും പാടില്ല. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ കളിക്ക് ഞാനില്ല. കടുവേ, പിണങ്ങി പോവാതെ. അയ്യാ, പൊടി വേറെ ആരെങ്കിലും നോക്കി പോയിട്ട്. ഓഹോ, അപ്പൊ ശരി, നമുക്ക് ലഞ്ച് ബ്രേക്കിന് കാണാം. ഇവിടെ സമ്മതിക്കില്ല. ഇങ്ങനെയാണെങ്കിൽ കെട്ടിന് മുന്നേ കൊച്ചാവൂ. എന്നാടാ, ക്ഷയമാണോ? ഇവിടെ ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവളെ കെട്ടാൻ പറ്റത്തില്ല എന്നൊക്കെ. ആരാടാ അത്? ഞാൻ വേണമെങ്കിൽ തുപ്പി കാണിച്ചു തരാം. തുപ്പിയാൽ ഞാൻ പിറ്റി തുറയ്ക്കും. അതിന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ നീയാണെന്ന്. മതി, എന്തിനായിട്ട് വാരുന്നേ? ഓക്കെ, എന്നാ നീ തന്നെ പറ, എന്താ സംഭവം? അതിപ്പോ ഞാൻ അങ്ങനെ പറയാനാ. ഇന്ന് വിൽക്കാതെ കാര്യം പറയണ തിണ്ടി. ചുമ്മാ ഒരു ടൈം പാസിന് വേണ്ടിട്ടാണ്. അങ്ങനെ ടൈം പാസിന് കൊണ്ടാണ് അത്ര പിള്ളേരുടെ കാര്യം നിങ്ങൾക്കറിയാം. ഓ, അപ്പൊ സീരിയസ് ആണ്. എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ പോവാതെ, ഞങ്ങൾക്ക് ചെലവപ്പെടത്തില്ല. ചെലവോ? അതെന്തിനാ? അല്ല, ഒരു പെണ്ണിന്റെ മുന്നിൽ അടിയറവ് പറയാത്ത അർജുൻ കൃഷ്ണ അന്നാമ്മയുടെ മുമ്പിൽ അടിയറവ് പറഞ്ഞില്ലേ? അപ്പൊ അതൊക്കെ പറയണ തിണ്ടി. നാട്ടുകാരി കേട്ട് കഴിഞ്ഞാൽ എന്തോ വിചാരിക്കും? ചെക്കൻ്റെ ഒരു നാണം നോക്ക്. ചെലവിന്റെ കാര്യം ഞാൻ ആലോചിക്കാം. പക്ഷെ ഇതെന്റെ വീട്ടില് പറയരുത്. അതിന് ഞാൻ എന്തോ വേണം? ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ഇപ്പൊ നീ വാ. ഓ ശരി, കിടന്ന് ഒച്ചയിടാതെ പോവാ. ശ്രീ, പോവല്ലേ? എന്താടി? അത് എന്റെ വണ്ടി പഞ്ചറായി പോയി. നീ നിന്റെ ഏട്ടനോട് ഒന്ന് പറയോ എന്നെ കൊണ്ടാക്കാൻ? എന്തോ? എങ്ങനെ? അതെ, നിനക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ
നേരിട്ട് പറഞ്ഞു. ശ്രീ, എന്റെ പൊന്നു മോളെ, നിന്റെ വണ്ടി പഞ്ചറായിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിനക്ക് എന്റെ ഏട്ടന്റെ കൂടെ പോണെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരെ. മനസ്സിലായല്ലേ? ഏയ് ഇല്ല, ഒട്ടും മനസ്സിലായില്ല. അജേട്ടാ, എന്നെ ഒന്ന് കൊണ്ടാക്കോ? അനുമോളെ, ഞാൻ ഈ പ്രൊഡക്റ്റിനെ ഒന്ന് കൊണ്ടാക്കിയിട്ട് വരാം. എന്റെ മോൾക്ക് തന്നെ പോകാൻ പേടിയുണ്ടോ? ഓഹോ, അവളെ കിട്ടിയപ്പം ഏട്ടൻ തന്നെ വേണ്ട അല്ലേ? ശരി, ഞാൻ പോവാ. ബൈ. സമാധാനമായല്ലോ? ഇനി എൻ്റെ മോൻ വണ്ടി എടുത്തട്ടെ. നിനക്ക് നിന്റെ ഒരു അങ്ങ് ഉരുട്ടി പോയാ പോരെ, എന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നേ? അയ്യോ, അങ്ങനെ പറ്റില്ല. മോൻ സമയം കളയാതെ വണ്ടി എടുക്കാം. അന്നക്കുട്ടി, കുറച്ചങ്ങ് ചേർന്നിരുന്ന നന്നായിരിക്കും. അതെന്തിനാ മോനെ? ഒന്നും അറിയാത്ത പോലെ. അല്ല, ഈ ഡ്രൈവിങ്ങിന് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് ഒന്ന് എൻജോയ് ചെയ്ത് പോവാലോ. അയ്യടാ, മോന്റെ എൻജോയ്മെന്റ് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. വഷളൻ. എനിക്കറിയാടി നിന്റെ ഉദ്ദേശം. നിന്റെ ആങ്ങളമാരും അപ്പനും ചേർന്ന് എന്നെ അടിക്കുന്നത് കാണണം, അതല്ലേ? അയ്യേ, കടുവ ഇത്ര പേടിത്തൊണ്ടനായിരുന്നു. എനിക്ക് ധൈര്യമൊക്കെ ഉണ്ട്. നീ ആ സമയമാകുമ്പോൾ ധൈര്യം കാണിച്ചാൽ മതി. എന്നെ ഞാൻ തേച്ചൊട്ടിക്കാനാണ് മുകളിലെ പ്ലാനെങ്കിൽ വേറെ ഒന്നുമില്ല, ഞാൻ വേറെ കിട്ടും, അത്ര തന്നെ. ഓഹോ, മനസ്സിലിരിപ്പ് കൊള്ളാലോ. പിന്നെ എന്ത് വേണമെന്നാ? ഞാനൊന്ന് മാനസമായി പാടിയതാകും വിചാരിച്ചു നീ? എന്റെ ഒരു അർജുൻ കൃഷ്ണനാ. ഓ, ഒരു അർജുൻ കൃഷ്ണ വന്നിരിക്കുന്നു. ഇവിടെ നിർത്തിയാ മതി. അതെന്താ ആ വളവിൽ നിന്റെ വീട് ഈ വളവിലേക്ക് മാറ്റിയോ? അതല്ല, അപ്പൻ എങ്ങനെ കാണും. അയ്യോ, അതിപ്പോഴേ അറിയുള്ളൂ. എന്റെ വണ്ടിയമ്മ കയറി ഞൊളിഞ്ഞു വരാൻ നിനക്കൊരു പേടിയില്ലല്ലോ. അത് പിന്നെ ഇവിടം വരെയല്ലേ, ബാക്കി ഞാൻ പൊക്കോളാം. നീ അങ്ങനെ പോവാണോ? പോവാതെ തന്നെ. അല്ല, വേറെ ഒന്നും നീ തന്നില്ല, അതുകൊണ്ട്. അയ്യടാ മോൻ, ഇപ്പൊ പോവാൻ നോക്ക്. ഇത് പെട്രോൾ കാശ് കൂടി മുതലാവില്ലല്ലോ. ഓ, വേണമെങ്കിലേ ശ്രീധരത്തിന് കുറച്ചു. ബെസ്റ്റ്. നിന്നെ കിട്ടിക്കഴിഞ്ഞാൽ പെട്രോൾ കാശ് പോയിട്ട് 10 പൈസ കിട്ടാൻ പോകുന്നില്ല. മിക്കവാറും നിന്നെ കൊണ്ടായി പണയം വെക്കേണ്ടി വരും. അതെ, ഇവിടെ കിടന്ന് കിണ്ടിരിച്ചോണ്ടിരിക്കാതെ പോവാൻ നോക്ക്, ആരെങ്കിലും കാണും. എന്നാ പിന്നെ പോവാം അല്ലേ? നോക്കി പോണേ. ബൈ. അന്നെ, നീ രാവിലെ പോയപ്പോ വണ്ടി എടുത്തില്ലായിരുന്നോ? എന്നിട്ടിപ്പോ സ്കൂട്ടിയോടെ? അയ്യോ ഇച്ചയൻ, കർത്താവെ കണ്ടു കാണോ? അത് ചെയ്യാ, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ കോളേജിൽ വെച്ചിട്ട് വന്നു. എന്നാ പിന്നെ നിനക്ക് എന്നെ വിളിക്കായിരുന്നില്ലേ? ഞാൻ വരുമായിരുന്നല്ലോ. അത് പിന്നെ ഞാൻ വിചാരിച്ചു ലേറ്റ് ആക്കണ്ടെന്ന്. അപ്പൊ ഞാനൊരു ഓട്ടോ ഓടിച്ചു പോന്നു. ശരി, എന്നാ കേറിപ്പോ. വിളിക്കണോ? അല്ലേ വേണ്ട, ഇങ്ങോട്ട് വിളിക്കാൻ നോക്കാം. ഓ, 100 വയസ്സാണല്ലോ. ഹലോ. ഒറ്റ കോളോ? എന്താ, എന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നോ? പിന്നെ എനിക്കതാണല്ലോ പണി. ഫോൺ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് എടുത്തതാ. അല്ലെങ്കിൽ എടുക്കില്ലായിരുന്നു? അങ്ങനെയല്ല. എന്തിനെപ്പോ വിളിച്ചേ? ഓ, അത് വിളിക്കണ്ടായിരുന്നു. ഓ, ഈ കടുവ സമ്മതിക്കില്ല. അതല്ല, എന്താ ഇപ്പൊ വിളിച്ചേന്ന് ചോദിച്ചതാ. നിന്നോട് ഞാൻ പറഞ്ഞിട്ട് കടുവാക്കി രോഗം വിളിക്കാൻ നിൽക്കരുത്. പിന്നെന്താ വിളിക്ക? ചീത്ത വഴി നീ എന്ത് വേദന വിളിച്ച? എന്നാ ഞാൻ ഇച്ചാന്ന് വിളിക്കട്ടെ. അച്ഛാന്ന്? പ്രേമത്തിന്റെ ചെറുക്കാൻ നീ അച്ഛനാക്കിയോ? പൊട്ട, അച്ചാന്നല്ല, ഇച്ചാന്ന്. ഈച്ചയോ? ഓ, ചളിയായിരിക്കും അല്ലേ? നീ മര്യാദക്ക് എന്നെ ഏട്ടാ എന്ന് വിളിച്ചാ മതി. ഇല്ല, ഞാൻ ഇച്ചാന്നേ വിളിക്കും. നീ കോപ്പന്റെ വിളിക്കും. ചാ. അയ്യേ തന്ത വൈബ്. നിനക്ക് എന്നെ അർജുൻ കൃഷ്ണനെ വെച്ചൂടെ? ഓക്കെ, ഒരു കാര്യം ചെയ്യാം. എനിക്ക് വല്ലാണ്ട് ഇഷ്ടം കൂടുമ്പോൾ ഞാൻ ഇച്ചാന്ന് വിളിക്കാം. അല്ലാത്തപ്പം ഏട്ടാന്ന് വിളിക്കാം. എന്താ, ഓക്കെ ആണോ? ആ ശരി. ഇഷ്ടപ്പെടുമ്പോ എങ്ങനെയാണെങ്കിൽ ദേഷ്യം വരുമ്പോൾ നീ എന്തോ വിളിക്കും? ആ, അപ്പോ വായി തോന്നിയത് പലതും വിളിക്കും. എന്നാ മോളുടെ ഒരു ഷേപ്പ് അങ്ങ് മാറും. പിന്നെ ഇങ്ങോട്ട് വാ, ഷേപ്പ് മാറ്റാൻ. ഇയാള് തെറി വിളിക്കുന്നുണ്ടല്ലോ, അതിന് കുഴപ്പമില്ല അല്ലേ? ഞാൻ എന്നെ വിളിച്ചെന്നാ? അയ്യോ, എൻ്റെ പൊന്നു മോന് ഓർമ്മയില്ല അല്ലേ? പക്ഷെ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. ഓ, വേറെ ഒന്നും ഓർക്കാൻ കിട്ടിയില്ല. വേറെ എന്തൊക്കെ ഓർക്കാൻ നിനക്ക്? വേറെ എന്തോർക്കാൻ? ഓർക്കാൻ ഭാഗത്തിന് എന്തെങ്കിലും തരാൻ നീ സമ്മതിക്കണ്ടേ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ ബ്രഹ്മചാരിയായി പോവും. കിണിക്കല്ലേ? എന്റെ ഒടുക്കത്തെ കിണി കാണുമ്പോ ഇത് തോന്നിട്ട് എന്താ കാര്യം? ഒന്നിനും സമ്മതിക്കില്ലല്ലോ. ഞാൻ സമ്മതിച്ചു വന്നിരിക്കട്ടെ. അപ്പൊ എന്ത് ചെയ്യും? അപ്പോ ഞാൻ മധുര ചാടിയൊന്നും വരാം.
മതിലിൻ്റെ ഹൈറ്റ് കിട്ടണമെന്ന് അപ്പൻ ഇന്നലെ അവിടെ പറയുന്നുണ്ടായിരുന്നു. ഓ, ഈ കാരന്മാര് സമ്മതിക്കില്ല. മനുഷ്യന്റെ മുതുക് കളഞ്ഞിട്ടാ ഞാൻ അന്ന് മതിൽ ചാടി വന്നത്. എന്തിന്റെ കേടുണ്ടായിട്ടാ ഈ മതിലിന്റെ പൊക്കത്ത് കയറുന്നത് എനിക്ക് മനസ്സിലാകാത്ത. എന്താ മോനെ ഉറക്കമൊന്നുമില്ലേ? അതിന് എന്നാമോ നമുക്കൊന്ന് വീഡിയോ കോൾ ചെയ്താലോ? അതെന്തിനാ മോനെ? ഈവനിങ് അല്ലേ എന്നെ ഇവിടെ കൊണ്ടിറക്കിയിട്ട് പോയത്? ഓ, ഈ മന്ദബുദ്ധി. വീഡിയോ കോൾ എങ്ങനെയാ ചെയ്യുന്നേ? കാണാൻ ഒന്ന് കണ്ടോന്ന് വെച്ചിട്ട് ഇപ്പൊ എന്താ വരാൻ തോന്നേ? ഒരു തവണ കണ്ടാ അത് മതി എന്നാണോ? ചൂടാവാതെ കുട്ട. ഇപ്പം എന്താ വീഡിയോ കോൾ ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. ഓക്കെ. ഓ വേണ്ട, ഈ ജാലക്കാരുടെ വീഡിയോ കോൾ എനിക്ക് വേണ്ട. ഞാൻ ബഹിഷ്കരിച്ചിരിക്കുന്നു. ഗുഡ് നൈറ്റ്. അയ്യോ വെക്കല്ലേ. ഇത് നിനക്ക് മൊത്തം ഞാൻ പറയാനുള്ളേ? അത് നാളെ എൻ്റെ കൂടെ പള്ളിയിൽ വരുമോ? ഇന്നലെ പള്ളിയിൽ ഞാൻ വരുന്നേ, നിനക്ക് ഒറ്റയ്ക്ക് പോയപ്പോഴേ? അല്ല, നാളെ അവധിയല്ലേ, അപ്പോൾ കാണാൻ വേണ്ടിയിട്ടാ. വരാൻ എനിക്ക് സൗകര്യമില്ല. നീ എന്ത് ചെയ്യും? ഓ ശരി, എന്നാ ഇയാള് വരണ്ട, ഞാൻ കിടക്കാൻ പോവാം. ഗുഡ് നൈറ്റ്. അന്റെ കൊച്ച് നിനക്ക് വരെ റെഡി ആയില്ലേ? ദേ സമയം ഒരുപാടായി. ദേ ഇച്ചായ നടക്കുന്ന ബഹളം വെക്കുന്നു. നീ ഒന്ന് വേഗം വാ. ഓ എൻ്റെ ചേച്ചി ഇത് കഴിഞ്ഞു. ചേട്ടാ എന്നോട് അവിടെ മിണ്ടാതിരിക്കാൻ പറ. നിനക്കെന്താ പള്ളി പോലെ ഇത്ര മടി? ഓ എൻ്റെ ചേച്ചി ഇതാ കഴിഞ്ഞു, വരുവാ. എന്താ കൊച്ചേത്? നീ ഇത്ര നേരം ഒരുങ്ങിയിട്ട് ഈ പന്ന ഡ്രസ് ഇട്ടിട്ടാണോ വരുന്നത് പള്ളിയിലേക്ക്? നിനക്ക് കുറച്ച് മെനക്കൊക്കെ വന്ന് ഒരുങ്ങി വന്നൂടെ? അല്ലെങ്കിൽ നിനക്ക് കല്യാണ ആലോചനയായിട്ട് വന്നോണ്ടിരിക്കും ഓരോരുത്തര്. ഈ കോലം കണ്ട ആരെങ്കിലും ആലോചനയായിട്ട് വരുമോ? ആ ബെസ്റ്റ് തള്ള. കല്യാണാലോചിക്കാനാണോ നീ പള്ളിയിലേക്ക് പോകുന്നത്? അതല്ല ചേട്ടായി, കൊള്ളാവുന്ന നല്ല സത്യക്രിസ്ത്യാനികൾ വന്നാ നമുക്ക് ഉറപ്പിച്ചു വെക്കാലോ. അമ്മച്ചിക്ക് തന്താ ഞാനിപ്പം കിട്ടുന്നില്ല, വേണമെങ്കിൽ അമ്മച്ചി കെട്ടിക്കോ. ആ അതൊരു നല്ല തീരുമാനം. അങ്ങനെയാണെങ്കിൽ ഞാൻ രക്ഷപ്പെടും. ദേ മനുഷ്യ, പള്ളി പോവാന്ന് വിചാരിക്കില്ല. എന്റെ നാവിൽ നല്ലതൊന്നും വരില്ല കേട്ടോ. നിങ്ങൾ ഇതുവരെ ഇറങ്ങിയില്ലേ? ഒന്ന് വേഗം വരുന്നുണ്ടോ? ബാക്കി നിങ്ങൾക്ക് വന്നിട്ട് തരാട്ടോ. കേരടി വണ്ടിയില്. ചേച്ചി ചേട്ടാ എൻ്റെ അടുത്തേക്ക് കിടന്നു, ഞാനേ മെഴുകുതി എത്തിച്ചിട്ട് വരാം. അതെന്തൊരു പതിവില്ലാത്ത മെഴുകുതിർത്തിക്കലൊക്കെ? എന്താഗ്രഹം സാധിക്കാനാ? ഞങ്ങൾക്ക് ശ്രദ്ധിക്കുന്നുണ്ട് 2 ദിവസമായിട്ട്. എന്ത്? ചേച്ചി ഒന്ന് പോയേ, ഞാൻ വേഗം വരാം. ശരി. എൻ്റെ പൊന്നു കർത്താവേ, ഞാൻ ഇതുവരെ നിന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടില്ല, ആദ്യമായിട്ട് ആവശ്യപ്പെടാം. എൻ്റെ ചെക്കനെ എനിക്ക് തന്നെ തന്നേക്കണേ. അത് നിനക്ക് ഡയറക്റ്റ് ആയിട്ട് എന്റെ അടുത്ത് പറഞ്ഞ പോലെ. എന്തിനാ നീ കർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്നേ? വല്ലാതെ എക്സ്പ്രഷൻ ഇട്ടാ കണ്ണ് താഴേക്കിടാതെ. എൻ്റെ കർത്താവേ, അപ്പച്ചനും നിച്ചാനുണ്ട്, ആരെങ്കിലും കാണും. അത് കൊള്ളാം. നീ പറഞ്ഞു തരടി, ഞാൻ വന്നേ. ഓഹോ, എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ വരില്ല എന്നല്ലേ പറഞ്ഞത്? പിന്നെന്തിനാ വന്നേ? ആ, എന്റെ പെണ്ണ് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞതല്ലേ, സാധിച്ചു കൊടുക്കാന്ന് കരുതി. ഓഹോ, അല്ല ഒറ്റയ്ക്കാണോ വന്നേ? ഏയ്, ഞാൻ എന്റെ വീട്ടുകാരെയും കൊണ്ടാ വന്നിരിക്കുന്നത്. എന്റെ ഓ ചെടിയായിരിക്കും അല്ലേ? പിന്നെ നിന്റെ ഈ വർത്തമാനത്തിന് ഞാൻ എന്തോ പറയണം? അല്ല, ഇന്ന് എന്തൊരു അവിഞ്ഞെടുക്ക്. നിങ്ങൾ വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഭംഗിയിൽ വന്നേനെ. ഇത് എനിക്കല്ലെങ്കിൽ ഇവിടെ കല്യാണാലോചന കൊടുത്തില്ല, അപ്പം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കിട്ടിയ വേഷം. എങ്ങനെയുണ്ട്? അത്രയും പെണ്ണായിട്ടാ താങ്കളുണ്ട് ഇവിടെ? അതുകൊണ്ടാണല്ലോ സാക്ഷാൽ അർജുൻ ഇപ്പം എൻ്റെ മുമ്പിൽ വയ്ക്കുന്നത്. അതിനെനിക്ക് പെണ്ണ് കിട്ടാഞ്ഞിട്ടാ നിന്നോട് ആരാ പറഞ്ഞത്? പിന്നെ ഇട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതേപോലെ തന്നെ ഇവിടെയുള്ള ആണുങ്ങൾക്കും എനിക്ക് കുറച്ച് സൗന്ദര്യം കൂടി പോയി, അത് പിന്നെ തെറ്റാണോ? ഒരിക്കലല്ല. അല്ല, ഈ മെഴുകുതിരി അവിടെ കൊണ്ടുവയ്ക്കണം. ദേ അവിടെ കത്തിച്ച് കണ്ണടച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു. മനസ്സിലാഗ്രഹം പറഞ്ഞാൽ മതി, നടത്തി തരുന്ന പറയുന്നത്. നിന്റെ കർത്താവ് അതാണ് പെണ്ണ്. അല്ല, ഈ രാഷ്ട്രീയക്കാരങ്ങനെ പറയുന്നത് നടത്തിത്തരാം അങ്ങനെ വല്ലതും ആണോ? രാജേട്ടാ, കർത്താവിന് കുറ്റം പറയാൻ നിൽക്കണ്ട കേട്ടോ, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ചേടാ, ഞാൻ കർത്താവിനൊന്നും പറഞ്ഞില്ല, നിന്റെ ഭർത്താവിനൊന്നും പറഞ്ഞില്ല, പിന്നെ എന്തിനാ എന്റെ വെക്കട്ട് കയറുന്നേ? എന്നാ മോൻ, ഞാൻ പറഞ്ഞ പോലെ കണ്ണടച്ച് പ്രാർത്ഥിക്കും. എന്റെ മുഖത്തല്ല, അങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കും. എന്റെ കർത്താവേ, എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. എന്റെ മനസ്സിൽ എന്താണോ അതങ്ങ് അറിഞ്ഞ് ചെയ്തേക്കണം. ഇനി എന്റെ മുമ്പൊക്കെ എടി കോപ്പേ, ഇതിന് വേണ്ടിട്ടാണോ എന്റെ ഉറക്കം കളഞ്ഞിട്ട് നീ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? പിന്നെ എന്ത് വേണമെന്ന്? ഞാൻ പള്ളിയുടെ ബാക്കിൽ വെയിറ്റ് ചെയ്യാം, നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി. ആ ചേട്ടാ, ദേ പോയി. ഓ, ഞാനിങ്ങി ഇവിടുന്ന് എങ്ങനെ ചാടും? അന്നെ, നിന്റെ പ്രാർത്ഥന ഇതുവരെ കഴിഞ്ഞില്ലേ? വേഗം വാ ഇങ്ങോട്ട്. ആ അച്ഛയ, ഇതാ വരുവോ? ഓ എന്റെ കർത്താവേ, ഒരു വഴി കാണിച്ചതാ. അലസിക്സായ ഇതാര്? റിജിലോ? ഇത് എപ്പോ ലാൻഡ് ചെയ്തു? ആ, ഒരു 2 ദിവസമായി. പിന്നെ സുഖല്ലേ? ആടാ, കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. അല്ല, നിന്നെ പള്ളിയിലൊന്നും കാണാറില്ലല്ലോ, എന്ത് പറ്റി? ഒന്നും പറയണ്ട ചായ, ഇപ്രാവശ്യത്തെ കരോളിന്റെ ഇൻചാർജ് അത് എനിക്കാ. മെയിൻ സിംഗറിനായിട്ടൊരു ഫീമെയിലിനെ വേണമായിരുന്നു, അത് തപ്പി ഇറങ്ങിയതാ. എന്നിട്ടെന്തായി, കിട്ടിയോ? എവിടുന്ന്? അല്ല, അന്ന നന്നായിട്ട് പാട്ട് പാടില്ലേ?
ആ തരക്കേടില്ലാത്ത പാടും. എന്നാ അന്നെ വിടുമോന്ന് എടാ അത് പിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനാ. പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ തന്നെ കൊണ്ടുപോക്കാം. എന്നാലത് നീ എന്തിനാണ് എതിരേക്കുന്നത്? അവക്ക് പാടാൻ ഇഷ്ടമുണ്ടെങ്കിൽ പാടട്ടെ. പള്ളിയുടെ കാര്യല്ലേ, മുടക്ക് പറയാൻ നിൽക്കണ്ട. എന്താ നിനക്ക് പാടണമെന്നുണ്ടോ? എനിക്ക് കുഴപ്പമില്ല ചായ. എന്നാ പിന്നെ നീ ഇവിടെ തിരിച്ചു കൊണ്ടാക്കുമല്ലോ അല്ലേ? ഓ അതൊക്കെ ഞാൻ ഏറ്റു. എന്നാ പിന്നെ നിങ്ങളങ്ങ് വന്നാൽ മതി, ഞങ്ങൾ ഇറങ്ങാം. ഇതെന്താ ഇവിടെ? അല്ല, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ? ബാക്കിയുള്ളത് എന്തിനാടി, ഞാൻ പോരെ. ഓ, അപ്പൊ രണ്ടുപേരും കൂടി ഒത്തിട്ടാണല്ലേ? ഡാ, നീ എന്നെ ഏൽപ്പിച്ച ജോലി ഇതാ ഞാൻ വൃത്തിയടിച്ചു വരുന്നുണ്ട്. പിന്നെ നീ കൊണ്ടേക്കുമല്ലോ അല്ലേ? പൊന്നുമോനെ, ഇവളെ ഇതേ രൂപത്തിൽ തന്നെ അവിടെ എത്തിച്ചേക്കണേ. നിനക്ക് ഇവളുടെ ഇച്ചാൻ അറിയാത്തോണ്ടാ. ഓ ഏറ്റടാ. എന്നാ ശരി. എന്താ മോനെ പ്ലാൻ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ അങ്ങനെ മിണ്ടിയും പറഞ്ഞും തൊട്ട് വരുന്നൊക്കെ ഇരിക്കാലോ. ആ, ഈ മിണ്ടിയും പറഞ്ഞുള്ളത് ഓക്കെ, ഈ തൊട്ടുരുമയുള്ളത് അത് വേണ്ട കേട്ടോ. ഓഹോ. എന്തായി മോളുടെ കല്യാണാലോചനയൊക്കെ? അടുത്ത മാസം നടത്താൻ വേണ്ടി ഇരിക്കുക. അല്ല, തോമസിന്റെ മോളെ കെട്ടിക്കുന്നൊന്നുമില്ലേ? അവളിപ്പോ പഠിക്കല്ലേ, കുഞ്ഞല്ലേ. അവളൊന്ന് സെറ്റിലായിട്ട് നോക്കാന്ന് വിചാരിച്ചിരിക്കുക. അപ്പം കല്യാണം ഉറപ്പിച്ചില്ലേ? അല്ല, എൻ്റെ ഭാര്യ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു തൻ്റെ മോളെ ആ കവലയിൽ വെച്ച് കണ്ടുന്ന്. ഏതൊരുത്തൻ്റെ കൂടെ ബൈക്കിൽ കണ്ടുന്നാ പറഞ്ഞ്. ഏയ് അതെന്റെ മോളാവാൻ സാധ്യതയില്ല. ചിലപ്പോൾ അവൾക്ക് തോന്നിയതായിരിക്കും. പിന്നെ വെച്ചോണ്ടിരിക്കണ്ടെന്നാ എൻ്റെ അഭിപ്രായം. ഇപ്പത്തെ കാലല്ലേ ഈ പ്രേമം മണ്ണാങ്കട്ട എന്ന് പറയുന്നത്, അതൊക്കെ ഭയങ്കര പുലിവാലാന്നേ. അവക്ക് അങ്ങനെയൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവൾ എന്തായാലും ഞങ്ങളുടെ അടുത്ത് പറയും. ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്നാ ഞാൻ ചെല്ലട്ടെ, എനിക്ക് കവല വരെ ഒന്ന് പോണം. എന്തോ മനുഷ്യ, വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്ക ഓരോ ആലോചനയായിട്ടിരിക്കുന്നെ. ഒന്നുമില്ലടി. അല്ല, അന്ന എവിടെ? ഓ, രാവിലെ പോയത് അവള്. ഇപ്പൊ വന്ന് കേറിയിട്ടുണ്ട്. അതിന് അവളെവിടെ പോയതാ? ഇന്ന് ലീവല്ലേ? അത് പിന്നെ കരോളില്ലേ, അതിന്റെ എന്തോ പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാ. അല്ല, അവക്ക് ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇഷ്ടമല്ലാത്തതാണല്ലോ. ഇതിപ്പോ എന്തു പറ്റി? ആവോ, നിങ്ങളുടെ കൊച്ചിന് വിളി പൊതിച്ചു എന്നാ തോന്നുന്നത്. ഇപ്പൊ ഡെയിലി പള്ളിപ്പോക്കും. അത് മാത്രല്ല, കോളേജിലൊക്കെ ഇപ്പൊ കറക്റ്റ് ടൈമിലാ പോകുന്നത്. പണ്ടൊക്കെ ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്നവളാ, ഇപ്പൊ ഒറ്റ ദിവസം ലീവ് എടുക്കലാന്നേ. നീ അവളെ ഇങ്ങോട്ട് വിളിച്ചേ. എന്താ ചായ? നീ അവളെ ഇങ്ങോട്ട് വിളിക്കേ. മോളെ അന്നേ, ഡി അന്നേ, ഇങ്ങോട്ടൊന്ന് വന്നേ. ഓ, എന്തിനാ അമ്മച്ചി കിടന്ന് പോകുന്നേ? നിന്നെ അപ്പം വിളിക്കുന്നു. അപ്പനോ? എന്തിന്? നിന്റെ അപ്പനോട് തന്നെ ചോദിക്കേ. എന്താ അപ്പ എന്നെ വിളിച്ചേ? നീ ഇപ്പോ ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? എന്ത് മറച്ചു വെക്കാൻ? ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല. ഞാൻ നിന്നോട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, നിനക്ക് വല്ല അഫെയർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്താ മനുഷ്യ നിങ്ങളിപ്പോ അവളോട് ചോദിക്കുന്നേ? ഞാൻ ചോദിച്ചത് നമ്മുടെ മോളോടാണ്. അവള് പറയട്ടെ ഉത്തരം. എന്താ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നീ? അതപ്പോ എനിക്കങ്ങനെയൊന്നുമില്ല. ഉണ്ടാവാതിരുന്ന നിനക്ക് നല്ലത്. ഇന്ന് ഞാൻ ആ വർക്കിനെ കണ്ടായിരുന്നു. അവന്റെ ഭാര്യ നമ്മുടെ മോളെ പോലെ ഒരു പെൺകുട്ടീനെ ഏതൊരു സെക്കൻഡ് കൂടെ കണ്ടു. ഇപ്പഴാ മനസ്സിന് സമാധാനമായി. എന്നാ എന്റെ മോള് പോയിക്കോ. എന്റെ കർത്താവേ, കയ്യും കാലും വരച്ചിട്ട് പാടില്ല. ആ ചേട്ടന് വിളിച്ച കാര്യം പറയാം. ഈ പരട്ട കടുവ ഫോണും എടുക്കുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെയാ,
ഓഫീസിൽ നിന്ന് വിളിച്ചാൽ കിട്ടത്തില്ല, അല്ലെങ്കിലോ ഒലിപ്പിച്ചുകൊണ്ട് വരും. ഹലോ, ഹലോ അജയേട്ടാ, എവിടെയായിരുന്നു? ഞാൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കത്തെ? നീ എന്തിനാ എപ്പോഴും കടന്നു വിളിക്കുന്നത്? കാര്യം എന്നത് പറ, എനിക്ക് വേറെ പണിയുണ്ട്. ദേ മനുഷ്യ, നിങ്ങൾ ആരെ വായി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു? എന്റെ അന്നക്കുട്ടി, ഞാൻ ആരെയും വായി നോക്കിയിട്ടില്ല. നീ കാര്യം എന്താന്ന് പറയടി. ദേ മനുഷ്യ, എൻ്റെ അപ്പന് സംശയം തുടങ്ങി. അതിന് നിന്റെ അമ്മേനെയോ? അല്ല, നിങ്ങളുടെ അമ്മൂമ്മേനെ. ദേ മനുഷ്യ, കാര്യമായിട്ട് ഒരു കാര്യം പറയുമ്പോൾ അതിനിടയിൽ ഇങ്ങനത്തെ വർത്തമാനം പറഞ്ഞുണ്ടല്ലോ. നമ്മുടെ കാര്യത്തിലും ഡൗട്ട് അടിച്ചു തുടങ്ങിയെന്ന്. ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കാൻ മാത്രം എന്തോ ഉണ്ടായെന്ന് പറ. ഞാൻ ഇന്നലെ നിങ്ങളുടെ കൂടെ ബൈക്കിൽ വന്നില്ലേ, അത് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഭാര്യ കണ്ടു. അത് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അതിന് രണ്ടുണ്ട. നീ എന്തുവാ എന്നെ പറയുന്നേ? ദേ മനുഷ്യ, ഞാൻ എങ്ങനെയൊക്കെയോ പറഞ്ഞാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടെ. ഇനി നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതിനിപ്പോ ഞാൻ എന്തോ വേണമെന്ന് നീ പറയുന്നേ? നിന്നെ കാണാൻ വരരുത്, അത് മിണ്ടരുത്, അങ്ങനെ എന്തിനാണോ? ശരി, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്. ദേ, ശ്രദ്ധിക്കണം എന്നാ ഞാൻ പറഞ്ഞത്. എന്റെ പൊന്നെ, ഇത് എന്തായാലും എല്ലാവരും അറിയും. ഇപ്പൊ അറിയുകയാണെങ്കിൽ ഞാൻ അറിഞ്ഞോട്ടേനെ. നിങ്ങൾക്ക് എൻ്റെ ഇച്ചായനെ കുറിച്ച് അറിയാത്തോണ്ടാ. എൻ്റെ ഇച്ചായൻ എങ്ങനെ അറിഞ്ഞ പിന്നെ പറയണ്ട. എന്റെ പൊന്നല്ലേ, ഞാൻ കുറച്ച് തിരക്കില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. നമ്മളെ പിടിച്ചിട്ടൊന്നുമില്ലല്ലോ, നീ സമാധാനിക്ക്. എന്തെങ്കിലും പോകുമ്പോൾ ഞാൻ ഉണ്ടാക്കി തരാം. ഓ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ കാണിക്കും, ഞാൻ വെക്കുക. ആരാടാ, അന്നയാണോ? ആ അതെ, ഞാനും അവിടെ മുകളിൽ ബൈക്ക് യാത്ര ആരോ കണ്ടെന്ന്. എന്നിട്ടിപ്പോ അത് പറയാൻ വിളിച്ചതാ. എന്നിട്ട് വീട്ടിൽ പൊക്കിയാ? ഏയ്, വീട്ടിൽ പൊക്കിയിട്ടൊന്നുമില്ല. അവളാരാ മുദ്ര വെച്ചിട്ടാ, അവള് കാഞ്ഞ വിത്ത. അപ്പൊ മൊട്ടൊന്നുമില്ല, അവള് വല്ല നാളെയും പറഞ്ഞു കാണും. ചക്കിക്കത്ത് ശങ്കരൻ. അല്ല മോനെ, എന്താ നിന്റെ പ്ലാൻ? ഇപ്പൊ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. എന്റെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ എന്റെ പണി അങ്ങ് തീരും. അതുകൊണ്ട് തൽക്കാലം ഞാൻ എന്റെ ജോലിക്കൊക്കെ കയറിയിട്ട് സാധാരണ പോലെ ഇത് അവതരിപ്പിക്കാം. നീ അതും പറഞ്ഞു കേട്ടിരുന്നോ? ലാസ്റ്റ് അവിടെ നല്ല ചെക്കന്മാർ കൊണ്ടുപോകും. ഇതാ മോനെ റിച്ചല്ലേ, അവൾ എനിക്കുള്ളതാണെങ്കിൽ ഒരുത്തനും അവളെ നോക്കാനും പോകുന്നില്ല, കൊണ്ടുപോകാനും പോകുന്നില്ല. ഈ കോൺഫിഡൻസ് അവസാനം വരെ കണ്ടാ മതി. എന്തൊരു നെഗറ്റീവ് ആടേ വാൻ. ഞാൻ പറഞ്ഞേ ഉള്ളൂ. റിജിലെ, നീ ഇങ്ങോട്ടാ വീട്ടിലേക്കാണോ? എന്ന് എന്നെ ഒന്നും ഡ്രോപ്പ് ചെയ്യടാ. ശരി വാ. എടാ അജു, നിങ്ങൾ ഇറങ്ങും കേട്ടോ. ആടാ ശരി, ഞാനും വീട്ടിൽ പോവാ. അവളെ ഒന്ന് വിളിക്കണം. പരട്ടക്കിടുവേ, ദേ ഞാൻ കല്യാണത്തിന് പോവാട്ടോ. പോകുന്നതൊക്കെ കൊള്ളാം. വല്ല വായ നോക്കി നിൽക്കാനാണ് പ്ലാനെങ്കിൽ പല്ല് ഞാൻ തല്ലി കുഴിക്കും. ഓഹോ, മോനാവാൻ എനിക്കായിക്കൂടാ അല്ലേ? എന്നിപ്പോഴാണ് നീ. അല്ല, ഏത് ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്? ഞാനേ ഇന്ന് ഡ്രസ് ഇടാതെ പോകാനാ പ്ലാൻ. ഓ, ഫ്രീ ഷോ ആണോ? എന്നാ പിന്നെ സദ്യക്ക് ആള് കൂടും. ഓഹോ, കൂടാണെങ്കിൽ അങ്ങ് കൂടട്ടെ. നിനക്ക് ഇരുന്ന ഇരിപ്പിൽ തന്നെ ഇരിക്കാനാണോ ആഗ്രഹം? ആ മുട്ടുകാൽ ആവശ്യമില്ല. ഓ, തല്ലി ഒടിക്കുന്നായിരിക്കും പറഞ്ഞിരുന്നത്. ഞാനൊരു സാരി കൊടുത്തിരുന്നു. ഓ, സാരിയാണോ? ആരെ കാണിക്കാനാ? എന്തായാലും എടുത്തതല്ലേ, പിക്കൊന്നും അയക്കി. പിക്കൊക്കെ എൻ്റെ മോന് നേരത്തെ അയച്ചിട്ടുണ്ട്, പോയി നോക്ക്. എന്നാ ഞാൻ ഇറങ്ങുവാ. ശരി. എന്റെ കോളും മെസ്സേജൊക്കെ മുടങ്ങാതെ അയച്ചില്ല, എന്റെ സ്വഭാവം ഒന്ന് മാറും. ഓ എൻ്റെ പൊന്നോ, അയച്ചേക്കാമേ. പിന്നെ അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കോൾ വിളിക്കില്ലേ? ശരി, എന്താ പോയിട്ട് വാ. ചേച്ചി, നമുക്ക് വീട്ടിൽ പോവാം. ഫുഡ് കഴിച്ചു കഴിഞ്ഞില്ല, ഇനി ഇവിടെ എന്തിനു നിൽക്കുക? നീ ഒന്ന് മിണ്ടാതിരുന്നേ. നിന്റെ ഇച്ഛായം കണ്ടില്ലേ, ആരോടൊക്കെയോ സംസാരിച്ചോണ്ടിരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞേ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. ഇതെന്ത് കഷ്ടമാ സാറേ. ഏതാടിയാ പെങ്കൊച്ച്? അതാ തെക്കേ വീട്ടിലെ തോമസിന്റെ മോളാ. നമ്മുടെ ഇടവാകുന്നല്ലേ? അതേലോ. എന്തേ, നല്ല ഭംഗിയുണ്ടല്ലോ കൊച്ചിനെ കാണാൻ. എന്താ മോളി, മോനാലോചിക്കാൻ വല്ല പ്ലാനുണ്ടോ? ആലോചിച്ചാ കൊള്ളാന്നുണ്ട്. നല്ല വീട്ടുകാരാ. ആലോചിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിക്കോ. ഇപ്പൊ ആണെങ്കിൽ പെണ്ണുങ്ങളും കിട്ടാൻ ഭയങ്കര പാടാ. ഉറപ്പിച്ചിട്ടാണെങ്കിൽ അത്ര നല്ലത്. പക്ഷെ ഇവരെവിടെയോ അതിന് മുമ്പ് കണ്ട പോലെ. എന്തായാലും ഇച്ചായനോടൊന്ന് സംസാരിച്ചിട്ട് ബാക്കി നോക്കാം. എടാ, ആ പെങ്കുച്ചു കൊള്ളാലേ, ഒന്ന് മുട്ടി നോക്കിയാലോ? അവളെത്ര പോരാടാ. ആ നിൽക്കുന്നത് അവളല്ലേ, ആൻജൂലിയ റോസ്? അവള് തന്നെ. അല്ല, അവക്കെന്താ ഇവിടെ കാര്യം? ഞാനേ ഇപ്പൊ വരാം, നിങ്ങളിവിടെ നിൽക്ക്. ഹലോ അന്നാമോ, നമ്മളെയൊക്കെ പരിചയമുണ്ടോ? ഇങ്ങനെ ഉണ്ടാകാതെ എന്തെങ്കിലും പറയണോ? ഇയാൾക്കിപ്പോ എന്താ വേണ്ടത്? ദേ, വെറുതെ ഒരു സീൻ ഉണ്ടാക്കാൻ നിൽക്കരുത്. ചൂടാവതടോ. പിന്നെ ഈ ഡ്രസ്സിൽ തന്നെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്.
നല്ല ഹോട്ടായിട്ടുണ്ട്. അന്ന നീ ഇവിടെ എന്ത് നോക്കി നിൽക്കുക? ഏയ് ആൽസിച്ചയാ, ആ ഇതാരാ ആൽവിനോ? ഡാ ചെറുക്ക നീ ആകെ മാറിപ്പോയല്ലോ. നമ്മളിപ്പോ കണ്ടിട്ട് വർഷമായില്ലേ? അല്ല ഇച്ചനങ്ങ് തടിച്ചു കൊടുത്തല്ലോ. അതിപ്പോ ഞാൻ നാട്ടിലല്ലല്ലോ, അവിടത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡയറ്റ് ഒന്നും ഇല്ലടാ. എന്നാലും ഇപ്പോഴാ ഭംഗിക്കൊരു കുറവില്ല, നല്ല ആൻസമായിട്ടുണ്ട്. ഒന്ന് പോടാ. ആ എടാ ഇതെന്റെ പെങ്ങളാ, നിനക്കറിയാവോ? അന്ന. ആഹാ, ഇത് ചേട്ടൻ പെങ്ങളാണോ? ഞങ്ങള് ഒരേ കോളേജിലാണ് പഠിക്കുന്നത്. അത് ശരി, അപ്പൊ നിങ്ങളെ തമ്മിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അല്ലേ? ആ നോക്കന്ന, നിനക്ക് എന്താവശ്യം കോളേജിൽ വന്നാലും ഇവന്റെ അടുത്ത് പറഞ്ഞാൽ മതി, നമ്മുടെ സ്വന്തം ചെറുക്കനാ. പിന്നെ ഹെൽപ്പ് വയ്ക്കാൻ പറ്റിയൊരു കോരൻ. എന്തായാലും നിങ്ങൾ ഒരു കോളേജിലായി നന്നായി. നോക്കാൽവിനെ, ഞങ്ങൾ ഒറ്റ പെങ്ങളാ, നീ ഒന്നും ശ്രദ്ധിച്ചേക്കണം കേട്ടല്ലോ. അതിനെന്താ വെച്ചായ ഇനി എന്റെ 2 കണ്ണും ഇവളുടെ മേലെയായിരിക്കും. വൃത്തികെട്ടവൻ. ശ്വാസം എന്താ ചൂടാകാതെ എന്നാമോ? നിങ്ങൾ വിളിച്ചിട്ട് എത്ര നേരമായി? ആ എന്റെ പൊന്നന്നാമേ, നീ ഇങ്ങനെ അലാവുദ്ദീന് വിളക്കൊരയ്ക്കുന്ന പോലെ 3 തവണ ഇട്ട് വരച്ചാൽ കുപ്പിന്ന് വന്ന ഭൂതമൊന്നും അല്ലല്ലോ ഞാൻ വേഗം വരാനായിട്ട്. ഞാൻ എത്ര പണിയുടെ അടിയെന്നാണെന്നറിയോ ഇപ്പൊ വരുന്നത്? വേറെ പണിയൊന്നും ഇല്ലല്ലോ, അപ്പൊ നിങ്ങളുടെ ഇടയിൽ നിന്ന് പാട്ട് വിടാനല്ലേ? ഓ ഇപ്പൊ അങ്ങനെയൊക്കെയായി. പ്രണയം പൂത്തൊലിഞ്ഞു നിന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു? മതിൽ ചാടണോ, ഉറങ്ങിയോ, അങ്ങോട്ട് വരണോ ഇങ്ങോട്ട് വരണോ. ഇപ്പൊ ഒന്നുമില്ല. കഴിഞ്ഞ ഇത് പറയാനാണോ നീ എന്നെ വിളിച്ചു വെച്ചത്? ഇത് മെസ്സേജ് അയച്ചിട്ടാ പോലെ. ഓ ശരി, നിങ്ങൾ പോയി നിങ്ങളുടെ പണി നോക്ക്. അങ്ങനെ പോവാതന്നാമോ? നിനക്ക് വേണ്ടി എല്ലാ പണി ഞാൻ മാറ്റി വെച്ച് വന്നില്ലേ? ആ നമുക്ക് സംസാരിക്കാം. ഞാൻ ഇന്നലെ ആ ആൽവിനെ കണ്ടു, ആ കല്യാണ വീട്ടിൽ വെച്ചിട്ട്. കണ്ടില്ലേ ഉള്ളൂ, ആ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഇന്നലെ അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഫ്ലേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു. നിന്റെ കയ്യിൽ മാങ്ങ പറിക്കാനൊന്നും പോയിട്ടില്ലല്ലോ, ഒന്നങ്ങ് കൊടുത്തുകൂടായിരുന്നോ? എടാ പൊട്ടാം, അവൻ എൻ്റെ റിലേറ്റീവാ. നന്നായി. എൻ്റെ ഇച്ഛായൻ എന്നെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അവനോടാ പറഞ്ഞേക്കുന്നത്. നന്നായി. ഇതിപ്പോ കോഴിക്കോട്ടിൽ തന്നെ കൊടുക്കേണ്ട കണ്ണ്, അപ്പൊ പിന്നെ കള്ളന്റെ കയ്യിൽ താക്കോൽ കൊടുത്ത് നന്നായിരിക്കും. ഇത്രയും വലിയൊരു മണ്ടനായിരുന്നു ഒന്നിന്റെ ഇച്ഛായൻ. ഞാൻ റിജില് പറഞ്ഞപ്പോ എന്തൊക്കെയോ വിചാരിച്ചു. പട്ടക്കട കിണിക്കാതെ, ഇനിയിപ്പോ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും. നീ ഇങ്ങനെ എന്നെ ശ്രദ്ധിക്കുന്ന പോലെ അവൻ എന്നെ ശ്രദ്ധിച്ചാൽ മതി, അപ്പൊ പിന്നെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ട് സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഓഞ്ഞ കോമഡി അടിക്കരുതെന്ന്. കോമഡി അല്ലടി, ഇനി കാര്യമാ പറഞ്ഞ. നീ പറ, ഞാൻ എന്തോ വേണം? ഇനി നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം, ആരും നമ്മളെ കാണാൻ പാടില്ല. നീ എന്തുവാ തന്നെ പറയുന്നേ? നമ്മളത്തെ മാഞ്ഞു പോവോ? ഒരു കാര്യം ചെയ്യാം, ആ അലാവുദ്ദീന്റെ ആ പായ കിട്ടുമോ ചോദിക്കാം, നമുക്കങ്ങ് മാഞ്ഞു പോവാം. എൻ്റെ അജയേട്ടാ, നിങ്ങൾക്ക് എവിടുന്ന് ഈ ചീഞ്ഞ കോമഡി കിട്ടുന്നു? നിങ്ങളോട് പറയാൻ വന്ന എന്നെ പറഞ്ഞാൽ മതി. ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞിരുന്നു. ഇതിപ്പോ എടി പെണ്ണെ, നടക്കാനുള്ളത് എന്തായാലും നടക്കും, അത് ആര് വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നീ എന്തിനാ പേടിക്കണ്ടേ? നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. എൻ്റെ വീട്ടിലറിയുമ്പോഴും നിങ്ങൾ ഇതേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. എന്തെങ്കിലും ഉണ്ടായാൽ എൻ്റെ പെട്ടിയും കിടക്കെ എടുത്ത് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരും. അതെന്തിനാ? നിന്റെ വീട്ടിൽ കിടക്കാൻ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടല്ലോ, പിന്നെ എന്നാ പെട്ടിയും കിടക്കിട്ട് എന്റെ വീട്ടിൽ വരുന്നേ? പിന്നെ ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിലല്ലേ താമസിക്കണ്ടേ? ഏത് ഭാര്യ? ആരുടെ ഭാര്യ? എനിക്കറിയാടാ പരട്ടക്കടുവേ. അവസാനം നിങ്ങൾ ഇത് തന്നെ പറയുന്നു. ഞാൻ പോവാ. എന്റെ അന്ന ഒന്ന് പറഞ്ഞാലും കേൾക്കാത്തൊരു ജന്തു. ആ എങ്ങനെ കേൾക്കാനാ? അതിനൊക്കെ ചേട്ടന്മാരാണല്ലോ ഉള്ളത്. ഒരു പൊട്ടനേട്ടനും ഒരു പൊട്ടനരെയും മഴയിൽ പറ്റിയത് അപ്പനും. റിജിലെ, ഇത്തവണ ഞാൻ തന്നെ നിൽക്കണമെന്ന് നിനക്ക് എന്തെന്ന് നിർബന്ധം? നീ നിന്നാലും നല്ലതല്ലേ? എടാ പൊട്ട, നീ നിന്ന് കഴിഞ്ഞാ പിന്നെ ആര് നിന്നാലും ജയിക്കാൻ പോകുന്നില്ല. അപ്പോ നീ നിൽക്കുന്നത് തന്നെയാ നല്ലത്. എന്നാര് പറഞ്ഞു റിജിലെ? നമ്മൾ നിന്നാലും ജയിക്കും. എടാ അന്ന് ആര് വരുന്നുണ്ട്? നീ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. ഇലക്ഷന് നോമിനേറ്റ് ചെയ്തിരിക്കുക. എന്താ മോനെ അജു, സുഖല്ലേ? എന്താ നിന്റെ നാം ഇറങ്ങിപ്പോയോ? അവന്റെ നാവിന്റെ നീട്ടവും കയ്യിലെ ചൂടും നിന്നേക്കാളും നന്നായിട്ട് ഈ കോളേജിൽ വേറെ ആർക്കാണ് അറിയാം. എല്ലാ കാലത്തും ഇവ രാജാവായിരിക്കുന്ന നീ വിചാരിക്കണ്ട. ഈ വരാൻ പോകുന്ന ഇലക്ഷനിൽ അതിൽ ഞാനായിരിക്കും ഈ കോളേജിന്റെ ചെയർമാൻ. അത് നിന്റെ വെറും സ്വപ്നമാണോ കുട്ടാ? ഇവനിട്ട് എങ്ങനെ ചെക്ക്മേറ്റ് വെക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നാ നീ കാണിക്കടാ. നമുക്ക് കാണാം, വാടാ. ഇവനെന്തോ മനസ്സിൽ കണ്ടിട്ടാ എനിക്കെന്തോ പേടിയാവുന്നടാ. എന്താ നീ പേടിക്കുന്നത്? എല്ലാം അതിനനുസരിച്ച് കാണാം. അവൻ ജയിക്കുകയാണെങ്കിൽ ജയിക്കട്ടെ, എനിക്കെന്താ? ഇച്ചായൻ ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ കല്യാണത്തിന് പോയത്? ആ
അവിടെ വെച്ചിട്ട് നമ്മുടെ മോക്കൊരു ആലോചന വന്നിട്ടുണ്ട്. വലിയ കുടുംബക്കാരാ. എന്താ പുളിക്കല് അങ്ങനെയാ വീട്ടുകാര്. എന്തിനാടി ഇപ്പോഴേ അവളെ കെട്ടിച്ചിടുന്നത്? അവള് പഠിക്കല്ലേ, പഠിക്കട്ടെ. പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങിയിട്ട് ആലോചിക്കാം. അതൊക്കെ ശരി വെച്ചായ. അതുമാത്രല്ല ഇവര് നമ്മുടെ കുടുംബക്കാര് കൂടിയാ. നല്ല ഫാമിലി, അതുപോലെ ചെക്കനും നല്ലതാന്നാ കേട്ടെ. കെട്ടിപ്പ് നിർത്തണ്ട, ഉറപ്പിച്ചിട്ടാണെങ്കിൽ അതല്ലേ നല്ലത്. ആ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഹലോ. അയ്യോ, അച്ഛനോ? എന്താടാ നീ എന്നെ ഒരു അത്ഭുത ജീവിയെ കാണുന്ന പോലെ? പിന്നെ കാലിന് എന്തൊരു ആട്ടം. നീ കുടിച്ചിട്ടുണ്ടോ? ഞാൻ കുടിച്ചിട്ടില്ല. എന്ന് എൻ്റെ മോനിവിടെ ഒന്ന് മൂതിക്ക്. ഈ അച്ഛൻ എന്നെ ഡൗട്ടോ. അച്ഛൻ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ അതോ വരാണ്ടിരിക്കണോ? എന്തോന്ന് അവൻ കുടിച്ചിട്ട് വന്നേക്ക. ഡീ, നിന്റെ മോന്റെ ആടി ഉലഞ്ഞ് വന്നേക്കുന്നു. അത് കുടുംബ കലഹമാവല്ലോ ദൈവങ്ങളെ. എന്താ എന്താ പറഞ്ഞേ? ദേ നിന്റെ മോൻ കുടിച്ചിട്ടാ വന്നേക്കുന്നേ. 2 കാലും തറയിൽ കുത്താൻ നന്നായിട്ട് പാടുപെടുന്നുണ്ട്. ഇവനെ റൂമിൽ എത്തിച്ചില്ലെങ്കിൽ ഇവിടെ കിടന്ന് എഴയുന്ന നമ്മൾ കാണേണ്ടി വരും. നീ കുടിച്ചിട്ടുണ്ടോ? അത് പിന്നെ ഫ്രണ്ട്സ് നിർബന്ധിച്ചപ്പോ ചെറുതായിട്ട് ഞാൻ ഫുഡ് ബിയർ അടിച്ചുള്ളൂ. ഒരു ലേശം ഒന്ന് നാവ് തൊട്ടായിരുന്നു. ഓഹോ, ഫുഡ് ബിയർ കുടിച്ചാ ഇങ്ങനെ ഒരു നാടോ നീ? അത് പിന്നെ ഒരു പാർട്ടിക്ക് പോയപ്പോ അങ്ങനെ അങ്ങ് കുടിക്കേണ്ടി വന്നതാ. ഇപ്പൊ ഞാൻ ഓക്കെയാ. എന്നാ ഞാൻ അങ്ങോട്ട്. ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചു. ഇനി നീ ഇങ്ങനെ കുടിച്ചിട്ട് വന്നാ പുറമഴിക്ക് കിട്ടും ചൂലും കെട്ട് വെച്ച്. ഇവിടെ കിടന്ന് താത്തേ കളിക്കാതെ കയറിപ്പോടാകത്ത്. ആ ദേ പോയി. എന്താ കിട്ടിയോ? ഇല്ല, ചോദിച്ചു വാങ്ങി. നിനക്കങ്ങ് പറഞ്ഞൂടായിരുന്നു വാമാൻ നമ്പൂരി ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന്. സ്വന്തം അച്ഛനെ പറയണ നമുക്ക്. ഏട്ടന് ഇത് കിട്ടിയാ പോരാ, ഈ കൂടുതൽ കിട്ടണമായിരുന്നു. നീ ഇതേ പറയൂ. നീ ഒരു ഒറ്റുകാരിയാ. നിനക്കുള്ളത് ഞാൻ തരുന്നുണ്ട്. ഓഹോ, എന്നാ അന്നാമ്മയുടെ കാര്യം അമ്മേന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കട്ടെ ഏട്ടാ. ഓഹോ, ഒന്ന് പയ്യെ പറ പെണ്ണെ. നിനക്ക് എന്നോട് നല്ല ദേഷ്യമുണ്ടോ? നാളെ ക്രിസ്മസ് സെലിബ്രേഷനില് അപ്പൊ എല്ലാരും പുറത്തുനിന്നാ ഫുഡ് കഴിക്കുന്നത്. അപ്പൊ എനിക്കൊരു 500 രൂപ എടുക്ക്. 500 രൂപയ്ക്ക് ഫുഡോ? നീ എന്തടി ആനക്കുട്ടിയോ? ഞാൻ മാത്രല്ല, ഏട്ടന്റെ ഭാവി ഭാര്യയും അപ്പൊ ആനക്കുട്ടിയാ. എന്തോന്ന്? ആ, നാളെ അവക്കും വേണല്ലോ. അതിന്റെ ചെലവും ഏട്ടൻ തന്നെ നോക്കണല്ലോ. എന്നെ മുടിപ്പിക്കാൻ ഇറങ്ങിയേക്കുക. അവളോട് പറയും അവളുടെ അപ്പനോട് വരാൻ. എന്നോട് ഏട്ടനെ അങ്ങനെ പറഞ്ഞത്. അവള് കുറെ നേരം വിളിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടനെ. ഏട്ടൻ കോൾ എടുത്തില്ലെന്ന് പറഞ്ഞു. ഇനി വിളിക്കാൻ നിക്കണ്ടെന്നും പറഞ്ഞു. വിളിക്കണ്ടാണോ? അതെന്താ? താഴെ നടന്ന കലാപരിപാടി ഞാൻ അവളോട് പറഞ്ഞായിരുന്നു. അച്ഛനമ്മ പറയുന്നത് മനസ്സിലാക്കാം. നീ പറഞ്ഞിരിക്കുകയാണല്ലേ കുടുംബം കലക്കാൻ. കുടുംബം കലക്കി അത് 4 കാലം കയറി വരുമ്പോ ആലോചിക്കണായിരുന്നു. വേഗം എടുക്ക്. 500 1000 രൂപ ഈ കയ്യിലേക്ക് അങ്ങ് വെച്ചോ. അന്നതും കൊള്ളാം, നിന്നതും കൊള്ളാം. കൊണ്ടുപോ. പിന്നെ ഏട്ടാ, നാളെ വരുമ്പോ ബ്ലൂ കളർ ഷർട്ട് ഇട്ടിട്ട് വരണമെന്ന് അവള് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതെന്താ ബ്ലൂ? ക്രിസ്മസ് ആയിട്ട് എല്ലാവരും ഇട്ടിടുമ്പോ ഞാൻ ബ്ലൂ ഇടുന്നേ. അവള് നാളെ ബ്ലൂ ഡ്രസ് ഇട്ടിട്ട് വരുന്ന പറഞ്ഞു. നിങ്ങള് പിന്നെ കപ്പിളല്ലേ? കപ്പളല്ല, കപ്പളങ്ങ. എന്റെ പട്ടി ഇടും ബ്ലൂ. അവള് പോയി വഴി നോക്കാൻ പറ. ഏട്ടൻ എന്തേലും കാണിക്കും. ഞാൻ കിടക്കാൻ പോ. ഗുഡ് നൈറ്റ്. എവിടെയിടി നിന്റെ ഏട്ടൻ? എത്ര നേരെ കാത്തിരിക്കുന്നു. ഇന്ന് വരില്ലേ? പാവവേട്ടൻ എഴുന്നേറ്റുണ്ടാവില്ല. ഇന്നലെ 4 കാലയിലായിരുന്നല്ലോ വന്നത്. ഏട്ടന്റെ വാമന നമ്പൂതിരി ഇപ്പൊ ഉപദേശിക്കുന്നുണ്ടാവും ഏട്ടനെ. വാമന നമ്പൂതിരിയോ? അതാരാ? വേറെ ആര്? ഞങ്ങളുടെ അച്ഛൻ. അതിനച്ഛന്റെ പേര് വാമനൻ എന്നല്ലല്ലോ. അത് ഏട്ടൻ അച്ഛനെ കളിയാക്കി വിളിക്കുന്നതാ. ഓ എന്റെ കർത്താവേ, എന്നാൽ ഇങ്ങനെ ഒരു കുടിയനാണല്ലോ എനിക്ക് കിട്ടിയത്. ഏട്ടനങ്ങനെ എപ്പോഴൊന്നും കുടിക്കില്ല. കുടിച്ചാൽ തന്നെ ലിമിറ്റ് ഇട്ടിട്ടേ കുടിക്കാറുള്ളൂ. എന്നാലും എവിടെയിടി നിന്റെ ഏട്ടൻ? ആ, ഇതാ വന്നല്ലോ. എന്താ ഏട്ടാ, പട്ടിക്ക് പകരം ഏട്ടനാണല്ലോ ബ്ലൂ ഇട്ടിട്ട് വന്നേക്കുന്നത്. പട്ടിക്ക് പകരോ? അതുണ്ടല്ലോ നാമോ. നീ പോവാൻ നോക്ക്. ഞാൻ കുറച്ചേരം ഇവിടെ അടുത്ത് സംസാരിക്കട്ടെ. ഞാൻ സ്വർഗത്തിലൊക്കെ തുറന്നു വന്നില്ല. ഞാൻ ക്ലാസ്സിലുണ്ടാവും കേട്ടോ. ശരി. എന്താ നോക്കുന്നത്? കണ്ണുള്ളോണ്ട് എന്തേ? ഓഹോ, കണ്ണുണ്ടെന്ന് വെച്ചിട്ട് എല്ലാം നോക്കൂ. ഞാൻ നോക്കിയത് വേറെ അറിയില്ലല്ലോ. എന്റെ പെണ്ണിയല്ലേ. എന്റെ ചെക്കനെന്ന് കാണാൻ നല്ല ചേലായിട്ടുണ്ട്. അല്ലേലും ഞാൻ സുന്ദരനാ. അതെനിക്ക് നന്നായിട്ട് അറിയാലോ. ഈ കോളേജിലുള്ള എല്ലാ പെണ്ണുങ്ങളും നിങ്ങളുടെ പുറകെയല്ലേ? അത് പിന്നെ ഞങ്ങൾക്ക് ഈ പാരമ്പര്യമായിട്ട് കുറച്ച് സൗന്ദര്യം കൂടുതലാ, അതുകൊണ്ടാ. അതെ അതെ. അതിനെ കുറിച്ചൊക്കെ പറയാനേ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ഇപ്പൊ നീ ഇങ്ങോട്ട് വാ. എന്നാ എന്നെ ഗിറ്റാർ പഠിപ്പിക്കോ? ഗിറ്റാറോ? ഓ, ഗിറ്റാർ വാ പഠിപ്പിക്ക. തലക്കെട്ടൊരു കിഴുക്ക് വെച്ച് കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയല്ല ഗിറ്റാർ പഠിക്കേണ്ടിയിരുന്നു. എനിക്ക് മനസ്സിലാവത്തുണ്ടല്ലേ.
മനസ്സിലാവാതിരിക്കാൻ നീ എന്നൊരു മന്ദബുദ്ധിയാണോ? ഞാൻ പഠിക്കുന്നില്ല. അയ്യോ പോവല്ലേ, അങ്ങനെ പറയാതെ വാ വാ, ഞാൻ പഠിപ്പിച്ചുതരാം. ഇങ്ങോട്ട് വന്നിരിക്കേ. എവിടെ? തൽക്കാലം എൻ്റെ മടിയിലിരിക്കേ. മടിയിലോ? ആരെങ്കിലും കണ്ടാലോ? നിനക്ക് ഗിറ്റാർ പഠിക്കണോ വേണ്ടയോ? വേണം. എന്നാ വന്നിരിക്കേ. ഞാൻ ക്ലാസ്സിലേക്ക് പോവാ. എന്താ വെച്ചേ, ഇന്ന് നിനക്ക് കോളേജിൽ പോണ്ടേ? ഇന്ന് ഇലക്ഷൻ ആമിച്ചി, അപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോയാൽ മതി. അന്നേ എന്താടാ ചെറുക്ക, നിനക്ക് പ്രാന്തായോ? എന്തിനാ കൊച്ചിനെ തല്ലിയേ? തല്ലല്ലേ ഇവിടെ കൊല്ലിയ വേണ്ടത്. എന്താടാ, എന്തുണ്ടായ? രാജു, നീ ഒന്നും ഇങ്ങോട്ട് വന്നേ. ചെയർമാന്റെ ലീലാവിലാസങ്ങൾ കൊള്ളാലോ. അതെ അതെ, ഇങ്ങനെ എത്ര പെൺപിള്ളേർ പഠിപ്പിച്ചിട്ടുണ്ട് ഗിറ്റാർ. ആ, നമുക്കൊന്നും ഇതേപോലെ വായിപ്പിക്കാനൊന്നും ആരെയും കിട്ടിയില്ല. ഇനിയിപ്പോ ഈ അന്നയങ്ങനെ സഹകരിച്ച അതായാലും മതി. ആ, ചെയർമാൻ എങ്ങനെ കുറ്റം പറയടാ, അതുപോലെ തൈറ്റമല്ലേ. രാജു വേണ്ട, എലക്ഷൻ ഒന്ന് കഴിയട്ടെ. എടാ, അന്നയുടെ വീട്ടിൽ ആകെ പ്രശ്നമായി. ഇവിടെ ഒട്ടിച്ച പോലത്തെ ഫോട്ടോസ് അവളുടെ ഇച്ഛായനും കിട്ടി. എടാ, ഈ ചെയ്തവനെ കണ്ടുപിടിക്കണ്ടേ? ഇത് ചെയ്തവൻ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ എലക്ഷൻ ഒന്ന് കഴിയട്ടെ, അതിനുശേഷം കൊടുക്കുന്നുണ്ട് ഞാൻ ആൽവിന്. അങ്ങനെ അർജുൻ കൃഷ്ണ എന്ന് പറയുന്ന എന്റെ കാര്യത്തിൽ തീരുമാനമായി. ഒരു വടിക്ക് 2 പക്ഷി. അന്ന അവിടെ എനിക്കിട്ട് തന്നത് ഞാൻ മറന്നിട്ടില്ല. പക്ഷെ നമ്മളിതൊക്കെ ചെയ്തിട്ടും അവൻ തന്നെ ജയിച്ചില്ല ഇലക്ഷനില്. അവൻ ജയിച്ചപ്പോഴാ, പക്ഷെ കപ്പ് അതെന്റെ വീട്ടിലേക്ക് ഇതിലും വലുതൊരെണ്ണം ഞാൻ അവനെ ഓങ്ങിയിട്ടുണ്ട്. അതെന്താടാ? അതൊക്കെ നീ സമയമാകുമ്പോ കണ്ടാ മതി. അവന്റെ മർമ്മത്തിട്ട് തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട്. അവളുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവൾ എടുക്കുന്നില്ല. ചിലപ്പോ ഫോണ് അവളുടെ ഇച്ഛായന്റെ കയ്യിലായിരിക്കും. എടാ, എനിക്ക് അവളെ കാണാൻ തോന്നുന്നു. ആ, ചെന്ന് കയറി കൊടുക്ക്. അവളുടെ ഇച്ഛായന്റെ കയ്യിൽ നിന്ന് നിനക്കുള്ളത് കൂടി വാങ്ങിട്ടുവാ. ആ, ആൽവിനെ അങ്ങ് തീർത്താലോ. രാജു, നീ പൊട്ടത്തരം പറയാതെ. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നീ കോളേജിന് പുറത്താ. ഇനി നീ എന്തെങ്കിലും ചെയ്താൽ അത് കൂടുതൽ ബാധിക്കുന്ന അന്യനായിരിക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു പറ. എനിക്ക് അവളെ കാണണം. എന്തെങ്കിലും വഴി പറയണം നാറികളെ. അന്നമോളെ, നീ താഴേക്ക് വരുന്നില്ലേ? ദേ കരോളിങ് എത്താറായി. ഞാനല്ല, ചേച്ചി പൊക്കോ. എനിക്ക് കുറച്ചു നേരം കിടക്കണം. പാമ്പ് ഞാനാണോ? പാമ്പരടി പഴുതാര, ഇങ്ങോട്ട് എഴുതുക. മനുഷ്യന് കൊതു കടിക്കുന്ന. കർത്താവേ, ഇത് എപ്പോ കേറി? ആ, അതൊക്കെ ഞാൻ കേറി. എന്റെ പെണ്ണിനെ അവര് ഒരുപാട് തല്ലിയോ? ഏയ്, അവരെന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. അല്ല പിന്നെ എത്ര കിട്ടിയാലും ഈ നാക്കിനടിയാണോ കുറയില്ലല്ലേ. അപ്പനൊന്നും പറഞ്ഞില്ല. ഇച്ചാനാ ഇട്ട് പൊട്ടിച്ചത്. ചെയർമാനായതൊക്കെ ഞാൻ അറിഞ്ഞു. എന്നാലും ഇതാരാ ഒറ്റ കൊടുത്തേന്നാ? ഓ, ഇതാരാ നിനക്ക് മനസ്സിലായില്ല? നിന്റെ ഏട്ടൻ ഒരു കുറുക്കിന് താക്കോൽ ഏൽപ്പിച്ചില്ലായിരുന്നോ? അവന്റെ പണി കറക്റ്റായി ചെയ്തു. നിന്റെ ഏട്ടനെ അറിയിച്ചു എല്ലാ കാര്യങ്ങളും. ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യാം. ഇപ്പൊ എന്റെ മോളൊന്ന് വന്നേ. ഇതിന് മാത്രം എന്റെ മോന് ഒരു കുറവില്ല അല്ലേ? ദേ, എനിക്ക് കിട്ടിയതിന്റെ ഇരട്ടി കിട്ടണ്ടെങ്കിൽ വേഗം പോവാൻ നോക്കിക്കേ. ഞാൻ പോവില്ല. പോവില്ലെന്നോ? ദേ, കളിക്കല്ലേ. ഓ, തമാശ പറഞ്ഞാടി പൊട്ടിക്കാടി. ദേ, അമ്മമാരെ കരോട് തയ്യാറായി. ഞാൻ പോവാ. നിങ്ങൾക്ക് എവിടെന്നാ മനുഷ്യ ഇത്രയ്ക്കും ബുദ്ധി? അതെ, അതിപ്പോ എന്റെയും ജെയിംസ് ബോണ്ടിന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ചൂടായിട്ട് തന്നിരുന്നെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോവായിരുന്നു.
ചൂടായിട്ട് തരാൻ ഇച്ചാനെ വിളിച്ചാൽ മതിയോ? എടി 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 നിന്റെ ഏട്ടനെ വെച്ചെന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. നിനക്ക് വലിയ പ്രശ്നമാവേണ്ടത് കരുതിയിട്ടാ അന്ന് ഞാൻ നിന്റെ വീട്ടിൽ വരാഞ്ഞത്. ശരി ശരി, ഇപ്പം മോൻ പോവാൻ നോക്ക്. പിന്നെ സൂക്ഷിച്ചു പോണേ. ബൈ ബേബി. അപ്പൊ എനിക്ക് അപ്പനോട് കുറച്ച് സീരിയസ് ആയി സംസാരിക്കാനുണ്ട്. ഇനി ഇങ്ങനെ വൈകിച്ചാൽ പറ്റില്ല. നമുക്ക് അവളുടെ മാരേജ് പെട്ടെന്ന് തന്നെ നടത്തണം. എടാ നീ ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാ? അവള് പഠിക്കല്ലേ. അവളുടെ പഠിത്തത്തിന്റെ മഹിമ ഇപ്പൊ കണ്ടില്ലേ. ബാക്കി പഠിത്തം ഇനി അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് മതി. എടാ നീ ഇങ്ങനെ പറഞ്ഞ ഇടപെടിയെന്ന് എങ്ങനെയാ? ചെക്കനൊക്കെ അന്വേഷിക്കണ്ടേ? ഈ ചെക്കനൊക്കെ കണ്ടുപിടിക്കാൻ ഒരുപാട് ടൈം എടുക്കില്ലേ? അന്ന് വന്ന ആലോചന അപ്പനറിയാവുന്നതല്ലേ. ആ ചെറുക്കനും കുഴപ്പമില്ല, നമുക്കറിയാവുന്ന കുടുംബമാണ്. എനിക്കും അവനെ നന്നായിട്ട് അറിയാം. നമുക്ക് അതങ്ങ് ഉറപ്പിച്ചാലോ? അതെ ചായ, എനിക്ക് അവൻ്റെ അഭിപ്രായം. പക്ഷെ എനിക്ക് സമ്മതമല്ല. അതിന് നിന്റെ സമ്മതം ആരെങ്കിലും ചോദിച്ചോ? പിന്നെ എൻ്റെ കല്യാണത്തിന് എന്നെ സമ്മതം വേണ്ടേ? തൽക്കാലം വേണ്ട. ഞങ്ങൾ പറയുന്നവൻ അങ്ങനെ നീ കെട്ടിയാൽ മതി. ഒരു ഹിന്ദു ചെറുക്കനെ കെട്ടാൻ വേണ്ടിയിട്ടല്ല നിന്നെ ഞങ്ങൾ വളർത്തിയത്. എന്നാ കേട്ടോ, അജുവേട്ടനല്ലാതെ മറ്റൊരാളുടെ മുമ്പിലും കഴുത്ത് നീട്ടി കൊടുക്കില്ല ഞാൻ. ഇവൾ ഇത്രയും കിടന്ന് പറഞ്ഞിട്ടും അപ്പൻ എന്തോ ഒന്നും മിണ്ടാത്തേ? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇത് അർജുൻ കൃഷ്ണയുടെ വീടല്ലേ? അതെ, ഞാൻ അവന്റെ അച്ഛനാണ്. അച്ഛൻ അറിഞ്ഞില്ലേ മോന്റെ ലീലാവിലാസങ്ങള്? നിങ്ങൾ ആരാ? നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. ഞാൻ തെക്കേ വീട്ടിൽ അലക്സ്. നിങ്ങളുടെ മോന് എൻ്റെ പെങ്ങളെ തന്നെ പ്രേമിക്കാൻ വേണം. അവളെ കെട്ടണത്രേ. എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എന്നാ പിന്നെ അത് നിങ്ങളുടെ മോനായിരിക്കില്ല. വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറയുന്നോ? നിങ്ങളുടെ മോനെ അനാവശ്യം കാണിക്കാം, അത് പറയാൻ പാടില്ലല്ലേ. കോളേജിലൊന്ന് അന്വേഷിച്ച് നോക്ക്, അവന്റെ വീരസാഹസങ്ങൾ അറിയാം. അവൻ എന്ത് ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നേ? അവൻ എന്ത് ചെയ്തെന്നോ? നിങ്ങൾക്ക് നന്നായിട്ട് അറിയാറിയല്ലോ എൻ്റെ പെങ്ങളെ. അന്ന അവളിവിടെ വരാറുണ്ടല്ലോ. അറിയില്ലെങ്കിൽ നിങ്ങൾക്കൊരു മോളുണ്ടല്ലോ, അവളോട് ചോദിക്കേ. അവന് എൻ്റെ പെങ്ങളെ തന്നെ വേണം, പ്രേമിക്കാനും കൂടെ കൊണ്ട് നടക്കാനും. ഹരി, ഞാൻ പറയാമെന്ന് വേറെ ഒന്നുമല്ല. മോനോട് പറഞ്ഞേക്ക് എൻ്റെ പെങ്ങളുടെ പിന്നാലെയുള്ള നടത്തങ്ങ് നിർത്തിയേക്കാൻ. അല്ലെങ്കിൽ വായിക്കലിടാനായിട്ട് നിങ്ങൾ തയ്യാറായിക്കോ. എന്റെ കർത്താവൻ, നിങ്ങളിത് എന്താ കാണിക്കുന്നേ? ഞാൻ ഒന്നും കാണിച്ചിട്ടില്ലടി. നിന്റെ ഏട്ടൻ കാണിക്കുന്ന അത്ര ഞാൻ എന്തായാലും കാണിച്ചിട്ടില്ല. ഏട്ടാ, ഒച്ച ഉണ്ടാക്കാതെ. നിങ്ങൾ എന്താ കുടിച്ചിട്ടുണ്ടോ? ഞാൻ കുടിക്കും, കുടിക്കാതിരിക്കും. നിനക്കെന്താ? ഒന്ന് പതിയെ പറ. ചായം കേക്കൂട്ടോ. നിന്റെ ഒരു ചായ അങ്ങനെ ചെയ്തു തന്നാന്നറിയോ നിനക്ക്? എന്ത് ചെയ്തു എന്നാ? ഇതുവരെ എന്നോട് മുഖം കളപ്പിക്കാത്ത എന്റെ അച്ഛൻ എന്നോട് സംസാരിച്ച എങ്ങനെയാണെന്നറിയോ നിനക്ക്? എങ്ങനെയാ സംസാരിച്ചേ? ഇതൊരു ഒറ്റ കീറ് വെച്ചെന്നുണ്ടല്ലോ. നിന്റെ ഏട്ടൻ കാരണം എന്റെ അച്ഛൻ എന്നോട് വേണ്ടിയിട്ടില്ല. എന്റെ പൊന്നേട്ടോ, അത് പതുക്കെ പറ. ഇല്ലടി, ഞാൻ പതുക്കെ പറയില്ല, എല്ലാരും കേൾക്കട്ടെ. നിന്റെ ഏട്ടൻ വന്നിട്ട് എന്റെ വീട്ടിൽ പറഞ്ഞാൽ നിന്റെ പിന്നാലെ നടക്കരുതെന്ന്. നിന്റെ പിന്നാലെ അടി, നിന്റെ വീട്ടിൽ കയറി താമസിക്കാതെ ഞാൻ വന്നിരിക്കുന്നത്. എന്തോന്ന്? മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. അതെ, ഈ കിടക്കയിലേ ഇങ്ങനെ കിടക്കാനാ പോകുന്നേ. നിങ്ങൾ എന്തോ മനുഷ്യ കാണിക്കുന്നേ? ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വാടി. ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ്. ഇങ്ങനെ പോയാ ഇത് നിങ്ങളുടെ ലാസ്റ്റ് നൈറ്റ് ആവും. ഇത് വീട് മനുഷ്യ. ഇല്ല, ഇന്ന് നിന്നെ വിടുന്ന പ്രശ്നമില്ല. കർത്താവേ, നിങ്ങൾ എന്തോ ചെയ്യാൻ പോവാ? അത് പറഞ്ഞാൽ ശരിയാവില്ല. വാ കാണിച്ച. സുഖിച്ച് കിടന്ന് ഉറങ്ങാം. അയ്യോ, വെള്ളപ്പൊക്കം. വെള്ളപ്പൊക്കമല്ല, സുനാമി. നീ എന്താ ഇവിടെ? നിന്റെ അപ്പം തന്നെ വീട്ടിൽ ഇറക്കി വിട്ടിട്ട് നീ പെട്ടിയും കിടക്കായിട്ട് വന്നേക്കുവാണോ? അതെ, ഒരെണ്ണം തന്നുണ്ടല്ലോ. ഇത് നിങ്ങളുടെ വീടല്ല, എന്റെ വീടാ. ശരിയാണല്ലോ. അല്ല, ഞാനെന്താ ഇവിടെ? ഓ, ഈ ചെല്ലാം മറന്നുപോയോ? നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആയിരുന്നു ഇന്നലെ. എന്താ നീ പറഞ്ഞേ? ഇന്നലെ നടന്നതൊക്കെ ഇച്ച ഇത്ര പെട്ടെന്ന് മറന്നോ? എന്ത് നടന്ന കാര്യം നീ പറയുന്നേ? ഇച്ച കളിക്കില്ലേ? നമ്മുടെ ഇടയിൽ ഇനി നടക്കാനായിട്ടൊന്നുമില്ല. നമ്മളെല്ലാം പരസ്പരം പങ്കുവെച്ച് കഴിഞ്ഞു. എടി വഞ്ചകി, നീ എന്നോട് ചോദിക്കാതെ എന്റെ കന്യാകത്വം കവർന്നല്ലേ? ഒരു ചവിട്ട് വന്നുണ്ടല്ലോ, ആ മൂലയിൽ കിടക്കും. എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ പറയണില്ല. നീ പറയുന്ന പോലെ ശരിക്കും നമ്മൾ തമ്മിൽ അങ്ങനെ ഉണ്ടായോ? അതെ ഇച്ച, നമ്മളിപ്പോ ഒരു ശരീരവും ഒരു മനസ്സുവാ. നീ ഇങ്ങനെ അടുത്ത് വരല്ലേ, എനിക്ക് പേടിയാവുന്നു. ഇന്നലെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ഈ ഇന്നലെ എന്ന് പറയുന്ന സാധനം എനിക്ക് ഓർമ്മയില്ല. ഞാനിനി എങ്ങാനും പ്രഗ്നന്റ് ആവോ? എന്റെ ഈശ്വര, ഇനി ഇവിടെ തൊട്ടിൽ കെട്ടേണ്ടി വരുമോ?
ഇനിയിപ്പോ കൊച്ചിന്റെ ബർത്ത്ഡേയും എന്റെ ഡെത്ത് ആനിവേഴ്സറി ഒരുമിച്ച് ആഘോഷിക്കേണ്ടി വരുമോ? ഇച്ച തൊട്ടിലിട്ടാണ് നമുക്ക് ഇവിടെ കെട്ടാട്ടോ. തൊട്ടിലല്ല, എന്റെ ശവടക്കന്റെ കാര്യം പറയുമ്പോൾ അവളെ തൊട്ടില്. ഇച്ച ഇങ്ങനെ പേടിക്കാതെ. എന്നാലും നീ എന്തൊരു പെണ്ണാടി, നിനക്ക് ഒന്ന് പറയായിരുന്നു. നീ ഒന്ന് ഉറക്കെ കഴിഞ്ഞാൽ ഞാനുള്ള പേര് രാമൻകുട്ടി. രാമൻകുട്ടിയാ? അതാര്? നിന്റെ അപ്പൂപ്പൻ. അതെ, മോനെ ഈ കടപ്പ് കിടക്കാനാ ഉദ്ദേശം? എന്റെ ഇച്ചായനും അപ്പനെ എഴുന്നേക്കുന്നതിന് മുന്നേ ഇവിടുത്തെ സ്ഥലം വിടാൻ നോക്ക്, അല്ലെങ്കിൽ കൊച്ചിനെ കാണാൻ തന്ത ബാക്കി ഉണ്ടാവില്ല. എന്റെ ദൈവമേ, എങ്ങനെയൊന്നും പറയട്ടെ. ആ തുപ്പ് തുപ്പ് തുപ്പ്. ഇതേ മനുഷ്യ, അവരെഴുന്നേക്കുന്നതിന് മുന്നേ ഒന്ന് പോ. ആ പോവാടി. അല്ല അന്ന, എന്തേലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ഐ മീൻ ഈ ഛർദി അങ്ങനെന്തെങ്കിലും. എന്തിനാ? നിങ്ങക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണോ? അല്ല, എങ്ങാനും അച്ഛനായ ഒന്ന് കരുതിയിരിക്കണ്ടേ. ഒന്ന് പോ മനുഷ്യ. മോളെ തന്നെ അപ്പം വിളിക്കുന്നുണ്ട് താഴെ. എന്തിനാ ചേച്ചി? നീ താഴേക്ക് ചെല്ല്. മോളെ തന്നെ നാളെ നിന്നെ ഒരു കൂട്ടർ കാണാൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് താല്പര്യമില്ലെന്ന്. അതിന് നിന്റെ താല്പര്യയുടെ ആവശ്യമില്ലെന്ന് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞതല്ലേ. ഇതെന്റെ ജീവിതമാണ്, ഞാൻ അത് തീരുമാനിക്കട്ടെ ഞാൻ ആരുടെ കൂടെ ജീവിക്കണമെന്ന്. മതി, നിർത്ത്. ഇവരെല്ലാരും പറയുന്നത് ശരിയാ. നിന്നെ വഷളാക്കിയത് അത് ഞാനാ. നിന്റെ എല്ലാ വാശിക്കും കൂടെ നിന്ന് നിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെന്ന് നിന്നെ വഷളാക്കിയത് ഞാനാ. എനിക്ക് നീ തന്ന കൂലി എന്തായാലും കൊള്ളാം. അപ്പൊ എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, ഇതെന്റെ ആജ്ഞയല്ല, എൻ്റെ അപേക്ഷയാണ്. എൻ്റെ കുടുംബത്തിലെ പേര് നീ ആയിട്ട് കളയരുത്. അപ്പൊ ഇങ്ങനൊന്നും പറയില്ലേ. എനിക്ക് അജുവിനെ മറക്കാൻ പറ്റില്ല. അവസാനമായിട്ട് പറയാം, നീ ആയിട്ടെല്ലാം നിർത്തണം. അവനോട് നീ എല്ലാം പറഞ്ഞ് എല്ലാം അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ നീ എൻ്റെ ശവം കാണും. അല്ലാമോ? എന്താ എന്നെ കണ്ടിട്ട് കാണാൻ നിൽക്കുന്നേ? ഞാൻ കണ്ടില്ലായിരുന്നു. എന്താ മുഖത്തിന് ഇത്ര കനം? എനിക്ക് അജുവേട്ടനോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്, അതിനാ വിളിപ്പിച്ച്. എന്താ എന്നാ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? എനിക്ക് ഈ റിലേഷൻ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. എന്താ നീ പറഞ്ഞ? അജുവേട്ടന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? എനിക്ക് ഈ റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാ നീ ശരിക്കും കാര്യമായിട്ടാണ് പറയുന്നത്? നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കേട്ടിട്ട് തമാശയായിട്ട് തോന്നുന്നോ? ഇങ്ങനെ പെട്ടെന്ന് നിർത്തി പോകാനാണെങ്കിൽ അത്രയ്ക്കുള്ളൂ നിനക്ക്? എൻ്റെ വീട്ടുകാരെ സങ്കടപ്പെടുത്തി എനിക്കൊന്നും വേണ്ട. അതിന് മാത്രം എന്താ ഉണ്ടായെന്നാണ് എന്നോട് ചോദിക്കുന്നത്? നമ്മൾ രണ്ടും രണ്ട് മതസ്ഥരാണ്. എൻ്റെ വീട്ടുകാർക്ക് ഇതിനോടൊട്ടും താല്പര്യമില്ല. കൊള്ളാടി, ഞാൻ നിന്റെ വീട്ടിൽ വന്ന് നിന്നെ പ്രപ്പോസ് ചെയ്ത സമയത്ത് ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നല്ലോ ഞാൻ ഹിന്ദു ആണെന്ന്. അപ്പം നിന്റെ കുടുംബമൊന്നും വീട്ടുകാരൊന്നും ഉണ്ടായില്ലടി. അജേട്ടൻ എന്നോട് ക്ഷമിക്കണം. അജേട്ടന് എന്നെക്കാളും നല്ലൊരു പെങ്കുച്ചിനെ കിട്ടും. മതിയടി നിന്റെ മുതലെ കണ്ണീര്. നിനക്കെന്നെ വേണ്ടെങ്കിൽ എനിക്ക് ഇന്നലെയും നിന്നെ വേണ്ട. പിന്നെ ഞാൻ വേറെ കെട്ടണോ കെട്ടാതിരിക്കണോ അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. നീ കെട്ടി അങ്ങ് സൂചിച്ച് ചെയ്യേക്ക്. ഒരു കാറ്റു നീന്തി വന്നിൽ പെയ്തു നിൽക്കുമീയെന്നും മഴമയിൽ പീലി നീർത്തും പ്രിയ സ്വപ്നമേ. പല വഴി മരങ്ങളായി നിനപ്പുകൾ നിൽക്കേ കോലുസടിയുന്ന നീലാവേ. നിൻ പദതാളം വഴിയുന്നു വനവീതി ഞാൻ. ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മൂകം ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ. ഇളവേലായി നിന്നെ മേഘമായൻ താഴ്വരയിൽ താളമായൻ ആത്മാവിൽ നെഞ്ചിലാളും മൺചിരാതിൻ നാളം പോൽ നിന്നാലും. മോനെ അജു, നീ എന്താ ഫോണൊന്നും എടുക്കാത്ത? നിന്നെ അന്വേഷിച്ച് വിജിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എടാ മോനെ, നീ ഇങ്ങനെ ഇരിക്കാതെ
നിനക്കിത് കാണുമ്പോൾ സഹിക്കുന്നില്ലടാ മോനെ. നിന്റെ ലാസ്റ്റ് സെം എക്സാം അല്ലേ? നീ ഇങ്ങനെ പഠിക്കാതിരുന്ന എങ്ങനെയാടാ നിന്റെ ഡ്രീമൊക്കെ അച്ചീവ് ചെയ്യുന്നത്? നീ നിന്റെ അമ്മേനെ കുറിച്ച് ഓർത്തോ? അവർക്ക് നിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ എന്തുമാത്രം സങ്കടം ഉണ്ടെന്നറിയോ? എടാ നീ ഇങ്ങനെ ഇരിക്കാതെ എന്തെങ്കിലും ഒന്ന് പറയടാ. അച്ഛൻ വിഷമിക്കണ്ട, എൻ്റെ ഡ്രീമൊന്നും എവിടെ നിന്ന് പോവില്ല. എടാ വേണമെങ്കിൽ ഞങ്ങൾ പോയി നിങ്ങളുടെ കാര്യം അവിടെ സംസാരിക്കാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആൻഡ് ജൂലിയ റോസ് എന്നെ സംബന്ധിച്ചിപ്പോൾ ഒരു അടഞ്ഞ ചാപ്റ്ററാണ്. എന്നെ വേണ്ടാത്തുള്ള പുറകെ ഞാനിതിനെ വരിഞ്ഞു കയറി ചെയ്തിരുന്നേ. പിന്നെ എന്തിനാടാ നീ ഈ മുഖം കയറ്റി പിടിച്ചോണ്ടിരിക്കുന്നത്? അത് പിന്നെ സ്നേഹിച്ചു പോയില്ലേ, പെട്ടെന്ന് അങ്ങോട്ട് മറക്കാൻ. പോട്ടേടാ, നിനക്കവള് വിധിച്ചിട്ടില്ലെന്ന് വിചാരിക്കേ. എന്നാ കിടന്നോ. ഏട്ടാ ആ നീയോ? എന്തിപ്പാ ഏട്ടാ ഇത്? ഈ നിരാശ കാമുകന്റെ വേഷം ഏട്ടനൊട്ടും ചേരുന്നില്ല. ഏട്ടന് എന്നോട് ദേഷ്യമുണ്ടോ? എനിക്ക് എന്തിനടി കഴുതേ നിന്നോട് ദേഷ്യം? ഞാൻ കാരണമാണല്ലോ ഏട്ടനെ അവളെ പ്രപ്പോസ് ചെയ്യാനും നിങ്ങൾ ഒന്നിക്കാനും കാരണം. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് എന്തിനാ സംസാരിക്കുന്നത്? അതൊക്കെ കഴിഞ്ഞു പോയില്ലേ? ഏട്ടൻ പഠിക്കുന്നില്ലേ? എക്സാം അല്ലേ? എടി നീ അച്ഛനും അമ്മയെന്ന് വിചാരിക്കുന്ന പോലെ ഞാനങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്നുമില്ല. പിന്നെ പരീക്ഷയിൽ തോൽക്കുന്ന പേടിയൊന്നും വേണ്ട. ഏട്ടാ പിന്നെ അന്നെ വെറുക്കരുത്. ഇതെല്ലാം അവളുടെ സിറ്റുവേഷൻ കൊണ്ടാ. ഏട്ടറിയോ, അവളിപ്പോ കോളേജിൽ വന്നിട്ട് എത്ര ദിവസമായിന്ന്? അവൾക്ക് ഏട്ടെന്ന് വെച്ചാൽ ജീവനാ. ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതവൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. എന്നെ ഏട്ടൻ പഠിച്ചു, ഞാൻ പോവാ. രാജു നീ ഓക്കെ അല്ലേ? നിനക്ക് എക്സാം എളുപ്പമായല്ലോ അല്ലേ? അതല്ലല്ലോ ഞാൻ നിന്നോട് ചോദിച്ചത്. എടാ പ്ലീസ്, എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. രാജു, ഈ നാർക്കിന് എന്താ? ഒരു സംഘം ഇവിടെ ഉണ്ടായിരുന്നോ? എന്തായാലും അത് നന്നായി. ഓരോരുത്തരെയും സെപ്പറേറ്റ് ആയിട്ട് വിളിക്കണ്ടല്ലോ. ഈ വരുന്ന ഞായറാഴ്ച എൻ്റെ മനസ്സമ്മതമാണ്. നിങ്ങൾ എല്ലാവരും വരണം, പ്രത്യേകിച്ച് അർജുൻ കൃഷ്ണ. അതുവരെ നിങ്ങളെല്ലാവരും അറിയും, ആൻഡ് ജൂലിയ റോസ്. ഇവിടെ സത്യക്രിസ്ത്യാനിയായ നല്ല പയ്യന്മാരുള്ളപ്പോൾ ഹിന്ദു പയ്യനായി നിനക്ക് അവളെ കിട്ടുന്നത് നീ വിചാരിക്കാൻ പാടുണ്ടോ? നീ അവളെ കുറെ മോഹിച്ചതല്ലേ? എന്ത് ചെയ്യണം? കർത്താവ് ആസ്വദിക്കാനുള്ള യോഗം എനിക്കാ തന്നെ. അവളെ കണ്ണെന്നേ ഞാൻ അവളെ മോഹിച്ചതാ. വേണമെങ്കിൽ ഞങ്ങളുടെ ആദ്യത്തെ കൊച്ചിന് നിന്റെ പേരിടാൻ വേണ്ടി നോക്കാം. എൻ്റെ മോനെ പറയാതിരിക്കാൻ വയ്യ, അവളൊരു അടാറ് സാധനം തന്നെയാ. നീ എങ്ങനെയാടാ അവളുടെ കൂടെ ഇത്ര നാളുണ്ടായിട്ട് കൺട്രോൾ ചെയ്തിരുന്നത്? അതാ പറഞ്ഞേ, അനുഭവിക്കാനും വേണം ഒരു യോഗം. ചെറ്റേ, ഇങ്ങനെ നാണുണ്ടോ? നീ കെട്ടാൻ പോണ പെണ്ണിനെ കുറിച്ചല്ലേ നീ പറയുന്നത്? ഞാനവിടെ ഒറ്റ ദിവസത്തേക്ക് ആഗ്രഹിച്ചുള്ളൂ. പക്ഷെ ഇവനോടുള്ള പ്രതികാരത്തിലെ പാക്കിയിട്ട് ഞാൻ അവളെ ലൈഫ് ലോങ് ആസ്വദിക്കും. അതാണ് ഇത്ര നാൾ ഇവൻ എനിക്ക് തന്ന പണിക്ക് ഞാൻ തിരിച്ചു കൊടുക്കുന്ന പണി. എന്നാ പോട്ടെ മക്കളെ. എടാജു, അപ്പൊ ഇവിടെ കിടന്ന് ഇത്രയും പ്രസംഗിച്ചിട്ട് നീ എന്താണ് ഒന്നും മിണ്ടാതിരുന്നേ? ഒന്നില്ലെങ്കിൽ നീ ഇത്ര കാലം സ്നേഹിച്ച പെൺകുട്ടിനെ കുറിച്ചല്ലേ അവൻ പറഞ്ഞത്? അവളുടെ അപ്പഴാങ്ങളേക്കും അവനെയാണെങ്കിൽ ബോധിച്ചത് കേട്ടെ. പക്ഷെ എന്നെങ്കിലും അവർക്ക് എന്നെ വേണം തോന്നുകയാണെങ്കിൽ അന്ന് ഞാൻ കൂടെ കൂട്ടിക്കോളാം. എൻ്റെ മുഖത്ത് നോക്കി എന്നെ വേണ്ട എന്ന് പറഞ്ഞ് വേണമല്ലോ അവള്. അതിപ്പോ എന്ത് കമ്മിറ്റ്മെന്റിന്റെ പേരിലായാലും അവൾ എനിക്കൊരു ചാൻസ് തന്നോ? അവളുടെ വീട്ടുകാരെ കൺവിൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് വന്ന് വീട്ടിൽ സംസാരിക്കാനോ അങ്ങനെ എന്തെങ്കിലും? അവള് നേരെ കയറി പറഞ്ഞില്ലേ ഈ ബന്ധം വേണ്ട. എനിക്ക് നല്ല തലവേദന എടുക്കുന്നു. ഞാൻ പോട്ടെ. എല്ലാരും ചേർന്ന് ആ കൊച്ചിന്റെ ജീവിതം കൊളാക്കിന്ന് പറഞ്ഞാൽ ഇവളുടെ ഇച്ഛായൻ ഇത്ര പൊട്ടനാണോ? അതിന് അവളുടെ ഇച്ഛായന് ഇതിനെ കുറിച്ച് വല്ലതും അറിഞ്ഞിട്ട് വേണ്ടേ? നമുക്ക് ഈ കല്യാണം മുടക്കിയാലോ? നമ്മളായിട്ടൊന്നും ചെയ്യണ്ട. അജു പറയുന്ന പോലെ അവനുള്ളതാണെങ്കിൽ അവൻ എന്നെ കിട്ടും. അതിന് ഈ ആത്മീയം വിചാരിച്ചാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. മോളെ, നീ പോകാൻ തന്നെ തീരുമാനിച്ചോ? പിന്നെ പോവാതെ. ഈ നാട്ടിൽ 10,000 രൂപയ്ക്കൊന്നും സാലറിക്ക് വർക്ക് ചെയ്യാൻ എന്നെ കിട്ടില്ല. എനിക്ക് 1 ലക്ഷം സാലറി വേണം. അതിന് ഇവിടെ വിട്ട് പുറമെ പോയി ജോലി ചെയ്യുന്നത് നല്ലത്. എടാ എന്നാലും എന്റെ അമ്മേ, അതിനിപ്പോ ഞാൻ ഇന്ത്യ വിടണമല്ലോ പോകുന്നേ. ഇവിടെ അടുത്ത് ബാംഗ്ലൂർ വരെ, അവിടെ നിന്ന് എക്സ്പീരിയൻസ് ആയ ശേഷമല്ലേ ഞാൻ ഇനി പുറമേക്ക് പോകുന്നുള്ളൂ. നീ നാളെ കൊണ്ടുവരാനൊക്കെ എടുത്തു വെച്ചോ? അതൊക്കെ എടുത്തു വെച്ചു. നാളെ നീ എങ്ങനെയാ പോകുന്നത്? റിജിലും ജിഷ്ണും എന്നെ ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏട്ടാ, എന്താടി? ഏട്ടനെ അറിഞ്ഞില്ലേ? അന്നെ കെട്ടാൻ പോകുന്നത് ആ ആൽവിനാ. ഏട്ടൻ വിചാരിച്ച
ഈ കല്യാണം മുടക്കാൻ പറ്റില്ലേ? നിനക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടായിരുന്നോ? ശരി, ഞാൻ പോവാ. ഹലോ ഹലോ അജുവേട്ടാ. ഞാൻ കരുതി എന്നെ മറന്നു പോയ പോലെ എൻ്റെ നമ്പറും അപ്രത്യക്ഷമായി കാണുന്നു. ഇത് പറയാനാണോ വിളിച്ചത്? അജുവേട്ടന് സുഖമാണോ? അത് ഞാൻ നാളെ പോവാ. ശ്രീ പറഞ്ഞായിരുന്നു നാളെ എൻ്റെ മനസ്സമ്മതം. അവന് പകരം വേറെ ആരാണ് നിന്നെ കിട്ടുന്നെങ്കിലും ഞാനൊന്ന് ആശ്വസിച്ചേനെ. ഇവിടെ എനിക്കൊഴികെ ബാക്കി എല്ലാവർക്കും അയാളെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ എന്ത് നോക്കാനാ? നിനക്ക് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല എന്നാ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണമെന്ന്? അജുവേട്ടാ, ഞാൻ ഫോൺ വെക്കുക. എന്തോ നോക്കി നിൽക്കുക പിള്ളേരെ, ഒന്ന് വേഗം വാ. ചെക്കനും കൂട്ടുകാരും പള്ളിയിൽ എത്തിയെന്നാ പറഞ്ഞേ. നാൻസി, നീ എന്ത് നോക്കി നിൽക്കുക? പോയി എന്നെ വിളിച്ചിട്ട് വാ. ശരി ചായ. തെക്കേ വീട്ടിൽ തോമസിന്റെയും റോസിയുടെയും മകളായ ഏലിക്കുട്ടി എന്ന് വിളിക്കപ്പെടുന്ന അന്ന ജോലിയ റോസിനെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? സമ്മതം. പുളിക്കൻ വീട്ടിൽ മോളിക്കുട്ടിയുടെയും എബ്രഹാമിന്റെയും മകനായ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടുന്ന ആൽവിൻ എബ്രഹാമിനെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? മോളെ പറ സമ്മതാണെന്ന്. മോളെ അന്ന എണിയൊക്കെ. അയ്യോ, എന്റെ കൊച്ചിനെന്തോ പറ്റി? നോക്കി നിൽക്കാതെ വണ്ടി എടുക്കടാ. നമുക്കൊരു തല കറങ്ങി വീണല്ലോ. എന്താ പറ്റി? ഓ, ആ കൊച്ചിനെ ഇപ്പൊ തന്നെ തലകറങ്ങി വീഴാൻ കണ്ടില്ലേ. എന്നാലും ഇത് എന്നാ പറ്റിയാവോ? മോളെ എഴുന്നേക്ക്. എന്ത് പറ്റി മോളെ? എന്താ പറ്റി നിനക്ക്? അത് പിന്നെ എനിക്ക് ഇവിടെ നീ എന്ത് വായി നോക്കി നിൽക്കുക? അവളുടെ കൂടെ ചെല്ല്. എന്താ മോളെ, എന്താ പറ്റിയേ? അതെനിക്ക് 2 ദിവസമായിട്ട് എന്ത് പറ്റി കൊച്ചിനെ ഈ ഏനക്കേട്? അത് അവൾ ഇന്നലെ എന്തോ കഴിച്ചത് വയറ്റിന് പിടിക്കാത്തോണ്ടോ? വയറ്റിൽ പിടിക്കാത്തതോ അതോ വയറ്റിൽ എന്തെങ്കിലും ആയതിന്റെയോ? നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? വേറെന്ത്, ഇവള് കുറച്ചു നാള് ഒരുത്തന്റെ കൂടെ കറങ്ങി നടക്കുകയായിരുന്നില്ലേ. ഇനി അവൻ പണി പറ്റിച്ചെന്ന് കർത്താവിനറിയാം. എന്താ ഈ പറയുന്നേ? ഞാൻ പറഞ്ഞേനാ കുറ്റം, അല്ലെങ്കിൽ അവളെന്നെ പറയട്ടെ. അന്നെ, ഇതിനൊക്കെ ഞങ്ങൾ എന്ത് മറുപടി പറയണ്ടേ? ഈ ചായ എന്നോട് ക്ഷമിക്കണം. ഇപ്പൊ ഞാൻ പറയുന്നത് എങ്ങനെയുണ്ട്? എന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞോ ഈ ബന്ധം വേണ്ടത്. പെങ്കോതെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇനി എന്തോ കാണാൻ നിൽക്കോ? വാ ഇങ്ങോട്ട്. അപ്പനെന്താ ഇതൊന്നും കേട്ട് മിണ്ടാണ്ട് നിൽക്കുന്നത്? അവനങ്ങ് ഞാൻ കൊന്നു തള്ളട്ടെ. എന്നിട്ട് എന്തിനാ നിന്റെ പെങ്ങൾ ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാനോ? ഇച്ചായ, ഇനി നമ്മുടെ മോളെ കരയിപ്പിക്കണ്ട. അവളുടെ ആഗ്രഹം എന്താന്ന് വെച്ചാ അതങ്ങ് നടത്തി കൊടുക്ക്. എടാ മോനെ, എന്തായാലും ഇതൊക്കെ ഇവിടം വരെ ആയില്ലേ. ഇനി അവളുടെ ഇഷ്ടം തന്നെ നടക്കട്ടെ. ഇനിയിപ്പോൾ ഞാൻ എന്തോ പറയാനാ? നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. വണ്ടി എടുക്കടാ. അച്ഛൻ ഫ്ലൈറ്റ് മിസ്സാവും, വേഗം ഇറങ്ങാൻ നോക്ക്. എന്നാ അച്ഛാ ഞാൻ ഇറങ്ങിക്കോട്ടെ. അമ്മ ശരി. എങ്ങോട്ടാണോ യാത്ര? അത് കണ്ണിക്കണ്ട വഴിപോക്കന്മാർക്ക് പറയേണ്ട ആവശ്യം എനിക്കെന്താ? അല്ലെങ്കിൽ തന്നെ തനിക്ക് എന്താണോ എൻ്റെ വീട്ടിൽ കാര്യം? തൻ്റെ പെങ്ങളുടെ കല്യാണം ഇവിടെയല്ലല്ലോ, അങ്ങ് പള്ളിയിലല്ലേ. ആ കല്യാണം അങ്ങ് മുടക്കി തന്നപ്പോ നിനക്ക് സമാധാനമായല്ലോ അല്ലേ? മുടക്കേ? ആര് മുടക്കിയെന്നാ? അയ്യോ, നീ വലിയ പുണ്യാളം ചമയല്ലേ എന്റെ പെങ്ങളെ ചതച്ചിട്ട്. തൻ്റെ പെങ്ങളെ ഞാൻ അങ്ങനെ ചോദിച്ചെന്നാ? നിങ്ങൾക്കൊക്കെ വേണ്ടി അവൾ എന്നെയല്ലേ വേണ്ടാഴ്ച പോയത്. എനിക്കിപ്പോ നിങ്ങളോട് തർക്കിക്കാനൊന്നും നേരമില്ല. നിങ്ങൾ മാറ്. എങ്ങോട്ടാടാ നീ പോകുന്നേ? ഇനി നീ എന്റെ പെങ്ങളെ കെട്ടിയിട്ട് പോയാൽ മതി. എങ്ങനെ? നിങ്ങൾ കെട്ടാൻ പറയുമ്പോൾ കെട്ടാനിരിക്കാണ് ഞാൻ. എനിക്ക് വേണ്ട നിങ്ങളുടെ പെങ്ങളെ. അവളെ കെട്ടാൻ ഒരു യോഗ്യനെ കണ്ടുപിടിച്ചതല്ലേ, അവനെ കൊണ്ടാൽ കെട്ടിച്ചാൽ മതി. നിർത്തടാ. എന്റെ പെങ്ങൾക്ക് വയറ്റുണ്ടാക്കി കൊടുത്തിട്ട് നീ നിന്ന് പ്രസംഗിക്കുന്നോ? വീട്ടിൽ കയറുന്ന അനാവശ്യം പറഞ്ഞാണല്ലോ. അന്ന് വന്ന് അനാവശ്യം പറഞ്ഞ പോലെ ഇന്നെങ്ങാനും പറഞ്ഞിട്ട് പോകാനാണെങ്കിൽ നിങ്ങൾ 2 കറി നടന്നു പോയില്ല. എടാ, നിനക്ക് ചെറ്റത്തരം കാണിക്കാം. അത് ഞാൻ പറഞ്ഞ കുറ്റം അല്ലേ? എന്റെ മോനെ കുറിച്ച് അനാവശ്യം പറയരുത്. അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. ശരി, എന്റെ അനിയത്തി തന്നെ പറയട്ടെ അവളോട് ഇവൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന്. എടി അന്നേ. മോളെ, അമ്മയോട് സത്യം പറ. ഇവൻ അങ്ങനെ നിന്നോട് എന്തെങ്കിലും ചെയ്തോ? അതമ്മ സത്യമാണ്. നീ എന്താ പറഞ്ഞേ? ഞാൻ എപ്പോഴടി നിന്നോട് മോശമായി പെരുമാറിയത്? എന്താ നിങ്ങൾ മറന്നു? ആ രാത്രി കുടിച്ച് ബോധമില്ലാതെ എൻ്റെ വീട്ടിൽ കയറി വന്നത്? എന്താടാ ഇവള് പറഞ്ഞതില് എന്തെങ്കിലും സത്യമുണ്ടോ? എന്താടാ നീ ഒന്നും വേണ്ടാത്തെ? അത് പിന്നെ അമ്മ, ഞാൻ ഒരു ദിവസം. അങ്ങനെ നീ പോയിരുന്നോ ഇല്ലയോ? അത് ഞാൻ പോയിരുന്നു. എന്നാലും ഞാൻ നിന്റെ അടുത്ത് നിങ്ങളെ പ്രതീക്ഷിച്ചില്ല അജു. ഒന്നില്ലെങ്കിൽ എനിക്ക് ഇവളുടെ പ്രായമുള്ളൊരു അനിയത്തി ഉള്ളതല്ലേ, അതെങ്കിലും നീ ഓർക്കണായിരുന്നു.
ഇവൻ ചെയ്ത തെറ്റിന് അമ്മ മോളോട് മാപ്പ് വയ്ക്കുക. ഏറ്റവും അടുത്ത മുഹൂർത്തത്തില് ഇവൻ നിന്റെ കഴുത്തിൽ താലി ചേർത്തു. അത് ഈ അമ്മ തരുന്ന വാക്കാ. എന്നാലും എന്റെ അച്ചു, നീ ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടാണല്ലേ മിണ്ടാണ്ടിരുന്നത് കൊച്ചു കള്ളൻ. എന്നാലും മാറി ഒരു വാക്കെങ്കിലും പറയായിരുന്നു ഞങ്ങളോട്. അപ്പൊ ഇത് മനസ്സിൽ കണ്ടോണ്ടാണ് അന്ന് നീ എന്നോട് പറഞ്ഞത് നിനക്കുള്ളതാണെങ്കിൽ നിന്നിൽ വന്ന് ചേരുമെന്ന്. എന്നെ വെറുതെ ചൊറിയരുത്, അല്ലെങ്കിൽ എനിക്ക് പ്രാന്ത് വന്നിട്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കൂടെ ഞങ്ങളും കൂടെ. ഇനി അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. എടാ, എനിക്ക് ഓർമ്മയില്ല ഞാൻ അങ്ങനെ വല്ലതും ചെയ്തു എന്നുള്ളത്. ഇത് ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ഇനി നീ കൂടുതലൊന്നും പറയണ്ട, എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. ഞാൻ കരുതി നിങ്ങളെ എന്നെ വിശ്വസിക്കുന്നത്. ഇതിപ്പം ഇത് നേരത്താണോ വന്ന് അങ്ങനെയൊക്കെ ഞങ്ങൾ ചോദിക്കുന്നതിന് നീ സത്യസന്ധമായിട്ട് ആൻസർ പറയണം. നീ എന്താ ചോദിക്കാനുണ്ട്? പറഞ്ഞങ്ങ് തലക്കി. അന്ന് രാത്രി നീ അവളുടെ വീട്ടിലെ മന്ത്രി ചാടിയോ? അതിപ്പോ ചാടിയോന്നൊക്കെ ചോദിച്ചാ ചാടി കാണുമായിരിക്കും. നിന്റെ ഈ മുഞ്ഞെന്നുള്ള ആൻസർ അല്ല ഞങ്ങൾക്ക് വേണ്ടത്. യെസ് ഓർ നോ. അത് പിന്നെ അന്നത്തെ ഒരു ദേഷ്യത്തില് ഞാൻ അങ്ങ് ചാടിപ്പോയി. എന്നിട്ട് ആ മതിൽ തിരിച്ചെപ്പോഴാ ചാടിയത്? അതിപ്പോ ഒരു 2 മണി 3 മണി ഒരു 4:30 ആയി കാണുമായിരിക്കും. അതുവരെ നീ എന്തെടുക്കുമായിരുന്നു? നീ എന്താ കച്ചേരി നടത്തുമായിരുന്നോ? എനിക്കറിയാൻ പാടില്ല ഞാൻ എന്താ ചെയ്തതെന്ന്. എന്തായാലും എല്ലാം നല്ല രീതിയിൽ നടന്നല്ലോ. നീ സ്നേഹിച്ച പെണ്ണെ തന്നെ ലാസ്റ്റ് നിനക്ക് കിട്ടിയില്ലേ? അതെ, ഇപ്പൊ ആണെങ്കിൽ ഓഫർ കിട്ടി, ഒന്നെടുത്ത് ഒന്ന് ഫ്രീ. ഭർത്താവ് പോയി, ഒരു കൊച്ചിന്റെ തന്തി പോയി, ഇങ്ങനെ കിട്ടും ഒരു ഡബിൾ പ്രൊമോഷൻ. ഈ പന്നെ ഞാൻ റിജിലെ ഇവനെ വിളിച്ച് മര്യാദക്ക് നീ പൊക്കോ, അല്ലെങ്കിൽ ഇവന്റെ പടം മിക്കവാറും സമയത്ത് വരും. ഞങ്ങള് പോവാ. നീ സമയം കളയാതെ ചെല്ലാം നമുക്ക്. അവള് നിന്നെ കാത്തിരിക്കുന്നുണ്ടാവും. നിന്റെ ഫസ്റ്റ് ഡേറ്റ് വരെ കഴിഞ്ഞതുകൊണ്ട് ആരും ടെൻഷൻ ഇല്ലല്ലോ. എന്നാലും ഒരു ഓൾ ദിവസം ഇരിക്കട്ടെ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ അല്ല? എന്താ ഒന്നും മിണ്ടാത്ത? കടുവേ, ഞാൻ തന്നോടാ ചോദിക്കുന്നത്. താനെന്താ മൗനവൃത്തത്തിലാണോ? നിനക്ക് എന്തടിപ്പില്ല വേണ്ടത്? വേണ്ടതെന്താന്ന് പറഞ്ഞാ തരുവോ ഇയാള്? ഇച്ച പാല് നീ അങ്ങ് കുടിച്ചാൽ മതി, നിനക്കാതെ പോഷകം വേണ്ടത്. എന്തടിക്കണിക്കുന്നേ? എനിക്ക് അന്നാളൊരു അബദ്ധം പറ്റിപ്പോയി. എന്റെ കൊച്ചിന്റെ വയറ്റിലുണ്ടായിപ്പോയി. അല്ലെങ്കിൽ നിന്നെ ഞാൻ ഈ വീടിന്റെ പടി ഞാൻ ചവിട്ടിക്കില്ലായിരുന്നു. കൊച്ചോ? ഏത് കൊച്ച്? ഉമ്മ വെച്ച കൊച്ചുണ്ടാവുന്ന ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത്. എന്താ നീ പറഞ്ഞ? മനസ്സിലായില്ലേ? എടാ പൊട്ട, നിനക്ക് ഇതുവരെ അറിയില്ലേ ഉമ്മ വെച്ച കുട്ടി ഉണ്ടാവില്ലെന്ന്? ഇങ്ങനൊരു മണ്ടനെയാണല്ലോ ദൈവം എനിക്ക് കിട്ടിയത്. മണ്ടനിന്റെ നീ എന്തായി പറഞ്ഞു വരുന്നേ? സിമ്പിൾ. എൻ്റെ വയറ്റില് ഒരു കുട്ടിയുമില്ല. ഞാൻ ഈ കല്യാണം കൊടുക്കാൻ ഒരു കള്ളം പറഞ്ഞതല്ലേ. എങ്ങനെ? എനിക്ക് ഈ പഴുട്ട കടവയുടെ കൂടെ ജീവിക്കണമായിരുന്നു. അതിന് ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു വഴിയെ കണ്ടുള്ളൂ. വീട്ടുകാരായിട്ട് കെട്ടിച്ച് തരുകയും വേണം, എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കുകയും വേണം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു മാർഗേ കണ്ടുള്ളൂ. എന്താടി പോലും നീ പറഞ്ഞേ? ഒച്ചയിടണ്ട. ഞാൻ വേണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും നിങ്ങളെന്നെ ഇട്ടിട്ട് പോകാൻ നോക്കിയില്ലേ? എനിക്കെന്തായാലും അങ്ങനെ കളയാൻ പറ്റില്ലല്ലോ. കൊള്ളാടി അതിന് കണ്ടുപിടിച്ച മാർഗം. ഇപ്പോ എല്ലാവരുടെ മുന്നിൽ നാണം കെടുന്നത് സമാധാനമായല്ലോ. എനിക്ക് വേണ്ടി കുറച്ച് നാണം കേട്ടാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കളയാൻ പറ്റുമോ? ഇതിന് ഞാൻ പ്രതികാരം ചെയ്യും. പ്രതികാരോ? അതെ, നിന്നെ കൊണ്ട് ഞാൻ ഷാ വരപ്പിക്കുന്നുണ്ട്. നോക്കിയിരിക്കത്തുള്ളൂ. ഹലോ മിസ്റ്റർ കടുവ, താങ്കൾ ഉറങ്ങുന്നില്ലെങ്കിൽ ആ ലേറ്റ് ഓഫാക്ക്. എനിക്ക് ഉറങ്ങണം. കുറച്ച് ദിവസമായി ഒന്ന് ഉറങ്ങിയിട്ട്. ഇന്നൊന്ന് ശരിക്കും ഉറങ്ങണം. നിക്കടി അവിടെ. ഞാൻ ഉറങ്ങുന്നില്ലെങ്കിൽ നീ ഉറങ്ങില്ല. നിനക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും. അതെന്താ? എന്താണോ എല്ലാവരുടെ മുമ്പിൽ വെച്ച് നീ എന്തോ പറഞ്ഞു? നീ പ്രഗ്നന്റ് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ 10 മാസം കഴിഞ്ഞാൽ നീ പ്രസവിക്കണ്ടേ? അല്ലെങ്കിൽ അതെനിക്ക് ക്ഷീണമല്ലേ? ഓഹോ, അത് സാരില്ല. ഞാൻ എൻ്റെ അപ്പൻ്റെ മുമ്പിൽ എല്ലാം ഏറ്റു പറഞ്ഞോളാം. നീ എന്തിനാ അതൊക്കെ പറഞ്ഞ് ആൾക്കാർ കൺവിൻസ് ചെയ്യാൻ നിൽക്കുന്നത്? അതങ്ങ് സത്യമാക്കിയാ പോരെ? വേണ്ട, സത്യമാക്കണ്ട. അത് നിന്റെ കാര്യം, പക്ഷെ എനിക്കാക്കണല്ലോ. എന്നിട്ട് വേണം എനിക്ക് നിന്റെ ഇച്ഛായനും അപ്പനൊത്തിരി പണി കൊടുക്കാൻ. പണിയോ? വായടിക്കടി.
മോനെ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ കുറച്ചു നേരം അവിടെ പോയി ഇരിക്കാൻ നോക്ക്. ആഞ്ജലിയ റോസിന്റെ ഹസ്ബൻഡ് കേട്ടോ. സിസ്റ്റർ ഞാനായിരുന്നു. ഞാൻ പ്രസവിച്ചു കേട്ടോ. ആൺകുട്ടിയാ. എൻ്റെ അണ്ണ ഓക്കെ ആണല്ലോ അല്ലേ? ഏയ് ആളെ നോക്കിയാ കുറച്ച് കഴിയുമ്പോ റൂമിലേക്ക് മാറ്റും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. അമ്മ ഏട്ടനെ പോലെ ഉണ്ടല്ലേ? ഇവന്റെ കുഞ്ഞിലുള്ള പോലെ ഉണ്ട്. മോനെ അച്ചു കൊണ്ടു കൊടുക്ക്. അപ്പൊ നോക്ക് എന്ത് രസല്ലേ. അപ്പൊ എന്റെ പൊന്നേ അന്നാമോ സുഖല്ലേ? നീ പോടാ കാല. എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചിട്ട് സുഖവിവരം അന്വേഷിക്കാൻ വന്നിക്കോ ദുഷ്ടൻ. നമ്മുടെ മോന് വേണ്ടിട്ടല്ലേ കുട്ടാ? എന്തായാലും ഇച്ഛ ആഗ്രഹിച്ച പോലെ ആൺകുട്ടിയെ തന്നെ കിട്ടിയില്ലേ? സന്തോഷായില്ലേ? പിന്നെ ഒരുപാട്. പിന്നെ ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തിക്കോ. ഏത് പരിപാടി? നമുക്കേ ഒരു മോൻ മതി. പ്രേമിച്ചാള സമയത്ത് നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞിരുന്നേ. അത് അപ്പോ ഇപ്പോഴല്ലേ ഇതിന്റെ വേദന മനസ്സിലായത്. എനിക്കൊരു കുട്ടി മതി. അയ്യോ അങ്ങനെ പറയരുത്. നമ്മുടെ മോന് കൂട്ടൊക്കെ വേണ്ടേ? അതും പോരാഞ്ഞിട്ട് നിന്റെ അപ്പനും അതേനും ഞാനൊരു പഴി പറഞ്ഞില്ലായിരുന്നു. ഇപ്പൊ ഒന്നേ ആയുള്ളൂ. പരട്ട കടുവേ. എന്തോ അതെ, നിന്റെ അപ്പനും അടിയനും എനിക്ക് നേരിട്ട് തല്ലാൻ പറ്റില്ലല്ലോ. നിന്റെ അപ്പനും ഏട്ടനായി പോയില്ലേ? ഇതിപ്പോ എന്റെ മക്കളെ വിട്ട് തല്ലിക്കാലോ. കാല അതിന് എനിക്ക് പണി തരണോ? ഇതെന്റെ സ്നേഹമല്ല എന്നാമോ? പിന്നെ ഭാര്യയെ ഹാപ്പി ആനിവേഴ്സറി. യു ടു. ഐ ലവ് യു ഉച്ച. ഐ നോ. പരട്ട കടുവ. ആഞ്ജലിയ റോസ് അങ്ങനെ ആൻ അർജുനായിരിക്കുന്നു. അവരുടെ ആ കുഞ്ഞു ലോകത്തിലേക്ക് അവരുടെ സ്നേഹവും കടന്നു വന്നിരിക്കുന്നു. നമ്മുടെ അർജുൻ അവന്റെ അമ്മായിപ്പനും അളിയനുള്ള പണി ഓരോന്നായി കൊടുത്തോണ്ടിരിക്കുക. എന്ത് ചെയ്യാനാ? പക്ഷെ പണി കിട്ടുന്നത് മൊത്തം നമ്മുടെ പാവ അന്നയ്ക്ക. ഇണക്കവും പിണക്കവുമായി അവന്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ആ ഒരു സ്പെഷ്യൽ പാർട്ടി ചോദിച്ചു വരട്ടെ. അപ്പൊ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.